ഹരി ഓം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സുപ്രസിദ്ധമായ നാരായണീ സ്തുതിയാണ്. നമ്മൾ ഇതിനു മുമ്പ് ദേവി മാഹാത്മ്യം കഥ മുഴുവൻ കേട്ടതാണ്. ആ കഥ പറയുന്ന സമയത്ത് അതിനുള്ളിൽ ഒരുപാട് സ്തുതികളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിലേറ്റവും വിശിഷ്ടമായ സ്തുതിയാണ് നാരായണീ സ്തുതി. ദേവന്മാർ പരാശക്തിയെ സ്തുതിക്കുന്ന സ്തോത്രമാണിത്. ദേവി മാഹാത്മ്യം കേട്ടിട്ടുള്ളവർക്കറിയാം, അത് മാർക്കണ്ഡേയ പുരാണാന്തർഗതമാണ്. അതിൽ 13 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളുമുണ്ട്. ദുർഗാ സപ്തശതി, ചണ്ഡി സപ്തശതി എന്നെല്ലാം അതിന് പേരുണ്ട്. ആ 13 അധ്യായങ്ങളിൽ 11ാമത്തെ അധ്യായത്തിലാണ് നാരായണീ സ്തുതി വരുന്നത്. ഇതിൽ 33 ശ്ലോകങ്ങളുണ്ട്. ഈ സ്തുതി വളരെ പ്രസക്തമാണ്. കാരണം ദേവി മാഹാത്മ്യത്തിൻ്റെ ഒടുക്കത്തിൽ അമ്മ ശുംഭനെയും നിശുംഭനെയും വധിച്ച് കഴിഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് ഈ സ്തുതി വരുന്നത്. അതായത് താൻ തന്നെ പല രൂപം സ്വീകരിച്ച് ഇവരോട് പൊരുതി. പാർവതിയുടെ ദേഹത്തിൽ നിന്നും കൗശികിയായി ആവിർഭവിച്ചു, പിന്നീട് കാളിയായി ആവിർഭവിച്ചു, അത് കഴിഞ്ഞ് സപ്തമാതൃക്കളായി ആവിർഭവിച്ചു. കാളിക്ക് ചാമുണ്ട എന്ന പേര് കിട്ടി. അമ്മയിൽ നിന്ന് തന്നെ ചണ്ഡികാദേവി പുറത്തു വന്നു. ശിവദൂതി എന്ന ഭാവത്തിൽ അമ്മ പൊരുതി. അങ്ങനെ ഗംഭീരമായ യുദ്ധമെല്ലാം നടത്തിക്കഴിഞ്ഞ് അവസാനം എല്ലാ ശക്തികളെയും തന്നിലേക്ക് ലയിപ്പിച്ച് ഏകമായ അദ്വിതീയമായ ഭാവത്തിൽ അമ്മ യുദ്ധം നടത്തി. അപ്പോൾ പരാശക്തിയുടെ പൂർണ്ണതയിൽ ശോഭിച്ചു നിൽക്കുന്ന ഭാവമാണ് ആ ഭാവം. ആ ഭാവത്തിൽ ശുംഭ നിശുംഭവധം പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ സന്തോഷത്തെ അറിയിക്കാൻ വേണ്ടി ദേവന്മാരെല്ലാം ഒത്തുകൂടി ഇന്ദ്രനെ മുമ്പിൽ നിർത്തി അഗ്നി മറ്റു ദേവന്മാരെല്ലാം ഒത്തുചേർന്ന് അമ്മയെ സ്തുതിച്ചതാണ് നാരായണീ സ്തുതി. ഇതിൽ നാരായണി എന്ന സംബോധന ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ടാണ് പൊതുവെ ഇതിനെ നാരായണീ സ്തുതി എന്ന് വിളിക്കുന്നത്. പരാശക്തിയുടെ പരിപൂർണ വൈഭവത്തെ പ്രത്യക്ഷമാക്കുന്ന വളരെ ശക്തമായ സ്തുതിയാണ്. മന്ത്രം എന്ന് തന്നെ ഇതിനെ വിളിക്കാം, അത്രയും ശ്രേഷ്ഠത ഇതിനുണ്ട്. ഇത് ശ്രദ്ധയോടുകൂടി ജപിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാ ലാഭങ്ങളും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ആഗ്രഹമല്ല, എല്ലാ ആഗ്രഹങ്ങളും നടത്തപ്പെടും എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ സ്തുതി ഒന്ന് നോക്കാം. അതിൻ്റെ അർത്ഥത്തെ ചെറുതായി ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യത്തെ ശ്ലോകം: ദേവി പ്രപന്നാർത്തി ഹരേ പ്രസീദ, പ്രസീദ മാതർ ജഗതോഖിലസ്യ, പ്രസീദ വിശ്വേശ്വരി പാഹി വിശ്വം, ത്വമീശ്വരി ദേവി ചരാചരസ്യ. അമ്മയെ ദേവി എന്നാണ് ആദ്യം വിളിക്കുന്നത്. പ്രകാശസ്വരൂപിണിയായിരിക്കുന്നവൾ എന്നൊരർത്ഥം, ക്രീഡിക്കുന്നവൾ എന്നൊരർത്ഥം. എല്ലാ പ്രകാശത്തിൻ്റെയും ഉറവിടം അമ്മയായതുകൊണ്ട് അമ്മ ദേവിയാണ്. ലോകം അമ്മയുടെ ക്രീഡാങ്കണമാണ്. ഇവിടെ നമ്മൾ കാണുന്നതെല്ലാം അമ്മയുടെ ക്രീഡയാണ്, അതുകൊണ്ടും അമ്മ ദേവിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ദേവിയെ ദേവന്മാർ അഭിസംബോധന ചെയ്യുകയാണ്. അല്ലയോ ദേവി, പ്രപന്നാർത്തി ഹരേ, പ്രപന്നന്മാർ ശരണം പ്രാപിച്ചിട്ടുള്ളവരുടെ ആർത്തിയെ, ദുഃഖത്തെ ഹരിക്കുന്നവളെ. അമ്മയെ ശരണം പ്രാപിച്ചാൽ എന്താണ് ഫലമെന്ന് ഇവിടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെയാകും. അതുകൊണ്ടാണ് പ്രപന്നാർത്തി ഹരേ എന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നത്. പ്രസീദ, പ്രസീദ, പ്രസാദിച്ചാലും. അല്ലയോ ശരണാഗതി നേടിയവരുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്നവളെ, ഞങ്ങളിതാ അമ്മയെ ശരണം പ്രാപിച്ചിരിക്കുന്നു, ആ ഞങ്ങളിൽ അമ്മ പ്രസാദിച്ചാലും എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. മാതർ ജഗതോഖിലസ്യ, അഖില ജഗത്തിൻ്റെയും, ജഗത്തെന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് ജഗത്തെന്ന് പറയാം, കാരണം അത് ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ മാതാവായിരിക്കുന്നവളെ, ഇതിൻ്റെ ഉറവിടം അമ്മയാണ്. അതുകൊണ്ട് ശ്രീമാത എന്ന് ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ മന്ത്രം തന്നെ. ലോകത്തിൻ്റെ ജനനിയാണ് അമ്മ. അമ്മ എന്ന് വിളിച്ചാൽ അത് ദേവിയാണ് ആദ്യം വിളിക്കപ്പെടുന്നത്, ബാക്കിയെല്ലാം പിന്നീടാണ്. അപ്പോൾ അമ്മ എന്ന ശബ്ദത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരിക്കുന്ന ദേവി ഞങ്ങളിൽ പ്രസാദിച്ചാലും. പ്രസീദ വിശ്വേശ്വരി പാഹി വിശ്വം, വിശ്വത്തിന് ഈശ്വരിയായിരിക്കുന്നവളെ. വിശ്വം എന്നാൽ സർവം എന്നാണ് അർത്ഥം. വിശ്വധാതുവിന് പ്രവേശം എന്ന അർത്ഥമെടുത്താൽ പ്രവേശിക്കപ്പെട്ടതെന്തോ അത് വിശ്വം എന്നർത്ഥം വരും.
ഈ പ്രപഞ്ചം മുഴുവൻ സ്ഥൂലമായി നമ്മളിങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി വ്യാപിച്ചിരിക്കുന്ന ശക്തി അമ്മയാണ്. അപ്പോൾ അമ്മ ലോകത്തിൽ മുഴുവൻ ഉള്ളതിലെല്ലാം പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് ഉള്ളതിനെയെല്ലാം വിശ്വം എന്ന് വിളിക്കുന്നു. ആ വിശ്വത്തിൽ പ്രവേശിച്ച് അതിനെ ചലിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും അമ്മയാണ്. അതുകൊണ്ട് വിശ്വത്തിന് ഈശ്വരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വേശ്വരി പ്രസാദിച്ചാലും, പാഹി വിശ്വം, വിശ്വത്തെ സംരക്ഷിച്ചാലും, എല്ലാത്തിനെയും സംരക്ഷിച്ചാലും, വിശ്വം എന്നാൽ സർവം, അപ്പൊ സർവത്തെയും സംരക്ഷിച്ചാലും, എല്ലാ പ്രകാരേണയും സംരക്ഷിച്ചാലും, ത്വമീശ്വരി ദേവി ചരാചരസ്യ, ചരത്തിൻ്റെയും അചരത്തിൻ്റെയും ഈശ്വരി അമ്മയാകുന്നു. ചരം സ്വയം ചരിക്കാൻ ശേഷിയുള്ളത്, അചരം ചരിക്കാൻ പറ്റാത്തത്. സമസ്ത പ്രപഞ്ചത്തെയും ഈ രണ്ടാഭാവത്തിൽ നമുക്ക് തിരിക്കാം. ചരിച്ചുകൊണ്ടിരിക്കുന്നതും ചരിക്കാതെ നിശ്ചലമായി നിൽക്കുന്നതും. അങ്ങനെയുള്ളതിനെല്ലാം അമ്മയാണ് ഈശ്വരി. നേരത്തെ വിശ്വേശ്വരി എന്ന് വിളിച്ചതിനെ ഒന്നും കൂടി വ്യക്തമാക്കുകയാണ്. ഇവിടെ ചരിക്കുന്നവർ ചരിക്കാത്തവർ എന്ന് പറയുമ്പോൾ ചരിക്കാൻ സാധിക്കുന്നവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ചരിക്കാതെ ഇരിക്കുന്നവർക്ക് പോലും അമ്മ ആശ്രയമാണ്. ആ ഭാവത്തിൽ ഇരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും പ്രസവിച്ചവളും അമ്മയാണ്, അതിനെ പാലിക്കുന്നതും അമ്മയാണ്. അപ്പോൾ മനുഷ്യരെ മാത്രമല്ല, ജീവജാലങ്ങളെ മാത്രമല്ല, നിർജീവം എന്ന് നമ്മൾ കരുതുന്ന പല വസ്തുക്കളെയും ഭരിക്കുന്നതും സംരക്ഷിക്കുന്നതും അതിനെ അങ്ങനെ നിലനിർത്തി ക്രമേണ അതിനെ ഇല്ലാതെയാക്കുന്നതും അമ്മ തന്നെയാണ്. അതുകൊണ്ട് ത്വമീശ്വരി ദേവി ചരാചരസ്യ, അങ്ങനെയുള്ള ആ ദേവിയോട് പ്രസീദ 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 എന്ന് ദേവന്മാർ പറയുകയാണ്. പ്രസാദിച്ചാലും പ്രസാദിച്ചാലും പ്രസാദിച്ചാലും. ഈ സ്തുതിയുടെ ലക്ഷ്യം തന്നെ അതാണ്, അമ്മയുടെ വരപ്രസാദം ലഭിക്കാൻ വേണ്ടിയാണ്. അമ്മയുടെ പ്രസാദം ഉണ്ടായാൽ തന്നെ എല്ലാം ലഭിക്കും എന്ന് ദേവന്മാർക്ക് ഉറപ്പാണ്. അവർക്ക് ലഭിച്ച മഹാഭാഗ്യത്തിൽ നിന്നും ഉണ്ടായ സന്തോഷത്തിൽ നിന്നും ജനിച്ച സ്തുതിയാണിത്. അതുകൊണ്ട് ഇത് ആനന്ദപൂർണവുമാണ്. ആ ആനന്ദം നമുക്ക് ഓരോ പദത്തിലും ധ്വനിക്കുന്നതായി രുചിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആധാരഭൂത ജഗതസ്ത്വമേക മഹീസ്വരൂപേണ യതസ്ഥിതാസി അപാം സ്വരൂപസ്ഥിതയാ ത്വയൈതത് ആപ്യായത്തെ കൃത്സ്നമലംഘ്യ വീര്യേ. ത്വം ജഗതഃ ഏകാ ആധാരഭൂത. അമ്മ ഈ ജഗത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഏകമായ ആധാരഭൂതമാണ്. ഇവിടെ ജഗത്ത് എന്ന ശബ്ദം കൊണ്ട് ചലിക്കുന്നത് എന്നർത്ഥമെടുക്കണം. അപ്പൊ ജീവജാലങ്ങൾക്ക് മുഴുവൻ അമ്മ ഏകമായ ആധാരമായി ഭവിച്ചിരിക്കുന്നു. എങ്ങനെ? മഹീസ്വരൂപേണ, ഭൂമിയായിട്ട് പ്രകടമായിട്ടുള്ളത് അമ്മയാണ്. അമ്മയെ അന്വേഷിക്കുന്ന സാധകൻ ആദ്യം തന്നെ കാണുന്നത് ഭൂമിയെയാണ്. അവന് ആധാരമായി നിൽക്കുന്ന ഭൂമി. ആ ഭൂമി ഇല്ലെങ്കിൽ അവന് നിലനിൽപ്പ് പോലുമില്ല. ആ ഭൂമിയായി അവനെ താങ്ങി നിർത്തുന്ന, അവന് വേണ്ടുന്ന പോഷകങ്ങളെല്ലാം നൽകുന്ന, അവന് അഭയം നൽകുന്ന, വീട് നൽകുന്ന, ആ ഭാവത്തിലിരിക്കുന്ന കരുണാമയിയായ അമ്മ തന്നെ, ദേവി തന്നെയാണ് ഭൂമി എന്ന് ഭക്തൻ മനസ്സിലാക്കണം. അപ്പോൾ ആ മഹീസ്വരൂപത്തിൽ നിലനിൽക്കുന്നവളാണ് അമ്മ. അങ്ങനെ മഹീസ്വരൂപത്തിൽ, ഭൂമി സ്വരൂപത്തിൽ നിന്നുകൊണ്ട് ജഗത, ചലിക്കുന്ന എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും ആധാരഭൂതയായി, ഏകമായ ആധാരഭൂതയായി അമ്മ വസിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു, അപാം സ്വരൂപ സ്ഥിതയാ ത്വയൈതത് ആപ്യായത്തെ കൃത്സ്നമലംഘ്യ വീര്യേ. ലംഘിക്കപ്പെടാൻ പറ്റാത്ത വീര്യത്തോടു കൂടിയവൾ. വീര്യം എന്നാൽ ശക്തി. അമ്മയുടെ പേര് തന്നെ ശക്തിയാണ്. ശക്തി പ്രവാഹമാണ് അമ്മ. അമ്മയെ അറിയുന്നത് തന്നെ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ശക്തി പ്രവാഹത്തിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ അലംഘ്യ വീര്യേ, അമ്മയുടെ ശക്തിയെ എതിർക്കാൻ ആർക്കും സാധിക്കില്ല. ശുംഭനിശുംഭ വധ സമയത്ത് നമ്മൾ കണ്ടതാണ്, എല്ലാ ദേവന്മാരിലുമുള്ള ശക്തി അമ്മ തന്നെയാണ്. അത് ഓരോ രൂപമെടുത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാ ശക്തിയുടെയും ഉറവിടം അമ്മയായതുകൊണ്ട് അമ്മയുടെ ശക്തിയെ എതിർക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അമ്മ എന്തിച്ഛിക്കുന്നുവോ അതാണ് ഇവിടെ നടക്കുന്നത്. ആ ഇച്ഛയെ ലംഘിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അതുകൊണ്ട് അലംഘ്യ വീര്യയാണ് അമ്മ. അപ്പോൾ ഒന്ന് നടത്തണമെന്ന് അമ്മ കൽപ്പിച്ചാൽ അത് നടന്നിരിക്കും എന്ന് ദേവന്മാർക്ക് ഉറപ്പാണ്. ആ ഉറപ്പാണ് ഇവിടെ ധ്വനിക്കുന്നത്. അങ്ങനെയുള്ള അലംഘ്യ വീര്യയായവളെ, നീ ഈ ഭൂമിയായി ലോകത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഭൂമിയിൽ ജലമായി നീ നിറഞ്ഞിരിക്കുന്നു, സമുദ്രമായി നിറഞ്ഞിരിക്കുന്നതും നീ തന്നെയാണ്. ആപ്യായത്തെ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുന്നു, നിറഞ്ഞിരിക്കുന്നു എന്ന അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പൊ അപാം, ജലമായിട്ട്, ജലത്തിന്റെ സ്വരൂപത്തിൽ നീ ഈ ഭൂമിയെ നിറച്ചിരിക്കുന്നു. അപ്പൊ ഭൂമി ആധാരമാണ്, അത് നമുക്ക് മനസ്സിലായി. ആ ആധാരമായിരിക്കുന്നത് അമ്മയാണ്. ആ ആധാരമായിരിക്കുന്ന ഭൂമിയിൽ നമുക്ക് ജലമായി, നമുക്ക് ആവശ്യമുള്ള
നമ്മുടെ ദാഹം അകറ്റി നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ജലമായി വ്യാപിച്ചിരിക്കുന്നതും അമ്മ തന്നെയാണ്. സമുദ്രമായും നദിയായും കുളമായും എല്ലാം ജലം എവിടെയെല്ലാം ഉണ്ടോ, ഭൂമിയിൽ മുഴുവൻ ജലം നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ആ ജലമായിരിക്കുന്നതും അമ്മയാണ്. അപ്പൊ അമ്മയെ പ്രത്യക്ഷ ഭൂമിയായി നമുക്ക് കാണാൻ പറ്റുന്ന, നിത്യം അനുഭവിക്കാൻ പറ്റുന്ന ഭൂമി ദേവിയായി തന്നെ അമ്മയെ ആദ്യം സ്തുതിക്കുന്നു. അപ്പൊ അങ്ങനെ ഭൂമിയായി, ലോകത്തിന് ആധാരമായി, ജലമായി അതിൽ നിറഞ്ഞിരിക്കുന്നവളും അമ്മ തന്നെ. അത് കഴിഞ്ഞു പറയുന്നു, ത്വം വൈഷ്ണവീ ശക്തിർ അനന്തവീര്യ വിശ്വസ്യ ബീജം പരമാസിമായ സമ്മോഹിതം ദേവി സമസ്തമേതത് ത്വം വൈ പ്രസന്ന ഭുവിമുക്തി ഹേതു. ഇവിടെ ആദ്യം അമ്മയെ ആധാരമായി, ഭൂമിയായി വർണ്ണിച്ചു, ജലമായി വർണ്ണിച്ചു. നമുക്കറിയാൻ സാധിക്കുന്ന, ഏറ്റവും എളുപ്പം പ്രാപിക്കാൻ സാധിക്കുന്ന സ്വരൂപത്തിൽ അമ്മ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി സൂക്ഷ്മമായ ഭാവത്തിൽ അമ്മയുടെ മായാസ്വരൂപത്തെയാണ് വർണ്ണിക്കുന്നത്. മായയായി ഇരിക്കുന്ന അമ്മ. എന്താണ് മായ? ഇല്ലാത്തത് ഉണ്ടെന്ന തോന്നലാണ് മായ. ഉള്ളത് ഇല്ലെന്ന വിചാരവും മായയാണ്. അതായത് സത്ത് ഉണ്ട്, അതിനെ നമ്മൾ അറിയുന്നില്ല, അപ്പൊ അത് മറച്ചിരിക്കുന്നു. ഉള്ളത് ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നുന്നു. അസത്ത്, അത് ഉള്ളതുപോലെ, അത് ഇല്ലാത്തതാണ് അസത്ത്, പക്ഷെ അത് ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നു. അപ്പോൾ വിക്ഷേപിക്കുകയും ആവരണം ചെയ്യുകയും ചെയ്യുന്ന ശക്തിയായി മായാഭാവത്തിൽ ഈ ലോകത്തിൽ പ്രകാശിക്കുന്നത് അമ്മയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ത്വം വൈഷ്ണവീ ശക്തി, വിഷ്ണുവിനെ സംബന്ധിക്കുന്ന ശക്തി. മായ എന്നുള്ളത് വിഷ്ണുവിന്റെ ശക്തിയായിട്ടാണ് പൊതുവെ പറയാം. ദേവി മഹാത്മ്യത്തിലെ ആദ്യ കഥയിൽ തന്നെ നമ്മൾ ഇത് കാണുന്നുണ്ട്. മധുകൈടഭന്മാരെ വധിക്കാൻ വേണ്ടി ബ്രഹ്മാവ് യോഗമായയാണ് സ്തുതിക്കുന്നത്. അത് വൈഷ്ണവി മായയാണ്, വിഷ്ണുവിൽ വ്യാപിച്ചിരിക്കുന്ന മായയാണ്. അവിടെ നിന്ന് അമ്മ പുറത്തേക്ക് പ്രകടമാകുമ്പോൾ ആ മായാസ്വാധീനത്തിൽ നിന്നും വിഷ്ണു രക്ഷപ്പെടുമ്പോഴാണ് വിഷ്ണു ഉണരുന്നത്. അപ്പൊ അതുകൊണ്ട് മായയായിരിക്കുന്ന ത്വം വൈഷ്ണവി ശക്തിയാണ്, അനന്തവീര്യയാണ്. വീര്യം എന്നാൽ ബലം, ശക്തി എന്ന് പറഞ്ഞു. അപ്പോൾ അനന്തമായ ശക്തിയോടൊത്തവൾ. അമ്മയുടെ ശക്തിയെ അളക്കാൻ പറ്റില്ല. അതിന് തുടക്കവുമില്ല, ഒടുക്കവുമില്ല. അത് ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചാൽ തന്നെ അറിയാം. സദാ പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു അവസാനവും ഇല്ലാതെ പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരിണാമത്തിന് മുഴുവൻ ഊർജം പകരുന്ന ശക്തി അമ്മയായതുകൊണ്ട് അനന്തവീര്യ എന്ന് അമ്മയെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വൈഷ്ണവി ശക്തിയായ അനന്തവീര്യത്തോടൊത്തവളായ അമ്മയോട് പറയാണ്, അമ്മ വിശ്വസ്യ ബീജം, വിശ്വത്തിന്റെ ബീജമാകുന്നു. പരമാസിമായ, പരമമായ മായയാകുന്നു. വിശ്വത്തിന്റെ ബീജമാണ് പരമമായ മായ. അതായത് ഉള്ളത് ഞാൻ, ഏകം ഏവാദ്വിതീയം പരബ്രഹ്മം എന്ന ബോധം മറച്ചുകൊണ്ട് പലതാകുക, ഏകമായതിനെ പലതാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ വിശ്വത്തിന്റെ ബീജം എന്ന് പറയുന്നത്. ഒന്നിനെ മറച്ചുകൊണ്ട് പലതാക്കി തോന്നിപ്പിക്കുന്നതാണ് വിശ്വത്തിന് കാരണം. ആ തോന്നൽ നമുക്കുള്ളത് കൊണ്ട്, അതായത് ആത്മവിസ്മരണയാണ് വാസ്തവത്തിൽ മായ. അവനവനെ മറന്നാൽ ലോകമുണ്ട്, അവനവനെ അറിഞ്ഞാലോ ഒന്നുമില്ല, താൻ മാത്രം. അപ്പോൾ ആ ആത്മവിസ്മരണയാകുന്ന ബ്രഹ്മബോധത്തെ മറയ്ക്കുന്ന ഭാവമായ വൈഷ്ണവിയായ പരമമായ മായ, അനന്തവീര്യത്തോടു കൂടിയ മായയായ അമ്മ തന്നെയാണ് വിശ്വത്തിന്റെ ബീജം. ആ മായയാണ് ബീജം, അത് അമ്മ തന്നെയാണ്. കാരണം അങ്ങനെ മറയ്ക്കുന്നത് കൊണ്ടാണ് പലതുണ്ടാകുന്നതും ഈ പലതിൽ നമ്മൾ ഇങ്ങനെ മുങ്ങി രമിച്ച് കളിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ പ്രയാണം അത് മായയിൽ നിന്നാണ്. ആ മായയായി വർത്തിക്കുന്നത് അമ്മയാണ്. സമ്മോഹിതം ദേവി സമസ്തമേതത്, ഏതത് സമസ്തം സമ്മോഹിതം, അമ്മയാൽ മോഹിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ എല്ലാവരും പലതും നേടാൻ വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്, സദാ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രയത്നത്തിന് കാരണം നമ്മൾ മായയിൽ മുഴുകിപ്പോയിരിക്കുകയാണ്. ഞാൻ പൂർണ്ണൻ എന്ന ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദേഹം, മനസ്സ്, ബുദ്ധി എന്ന പരിമിതിയിൽ കുടുങ്ങിയിരിക്കുന്ന അപൂർണനാണെന്ന തോന്നലുണ്ടാകും. ആ അപൂർണതയിൽ നിന്നുകൊണ്ട് പൂർണ്ണത്വം നേടാൻ വേണ്ടി പലതും ആഗ്രഹിക്കുകയും അത് നേടാൻ പരിശ്രമിക്കുകയും ചിലപ്പോൾ അത് ലഭിക്കുമ്പോൾ സുഖിക്കുകയും ചിലപ്പോൾ അത് ലഭിക്കാതിരിക്കുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ മായ. അപ്പോൾ ആ മായ, ആ മോഹം നമുക്കുണ്ടാക്കിയിട്ടുള്ളത് അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് ഏതത് സമസ്തം, ഇതിനെ എല്ലാം അമ്മയെ ദേവി പ്രകാശിക്കുന്നവളെ സമ്മോഹിതം, അമ്മയാൽ മോഹിക്കപ്പെട്ടിരിക്കുന്നു, മോഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ലോകത്തെ മുഴുവൻ മോഹിതരാക്കിയിരിക്കുന്നത് അമ്മയാണ്. എന്നാൽ അത് മാത്രമാണോ അമ്മ ചെയ്യുന്നത്? അല്ല. അത് കഴിഞ്ഞു പറയുന്നു, ത്വം വൈ പ്രസന്ന ഭുവിമുക്തി ഹേതു. അമ്മ പ്രസന്നയായാൽ ഭുവി, ഇവിടെ ഈ ലോകത്തിൽ മുക്തിഹേതുവും അമ്മ തന്നെയാണ്. മുക്തിയുടെ കാരണവും അമ്മ തന്നെയാണ്. അതായത് അവിദ്യയെ നൽകിക്കൊണ്ട്, വിദ്യയെ മറച്ച് അവിദ്യയെ നൽകിക്കൊണ്ട് ലോകത്തിൽ നമ്മളെ മോഹിപ്പിക്കുന്നതും അമ്മയാണ്.
ആ മോഹത്തെ നീക്കി ആത്മബോധത്തെ തനിക്ക് ഭക്തർക്ക് നൽകുന്നതും, അതായത് മുക്തിയെ പ്രദാനം ചെയ്യുന്നതും അമ്മ തന്നെയാണ്. വിദ്യയുമാണ് അവിദ്യയുമാണ് അമ്മ. രണ്ടു ഭാവത്തിലും മായയുണ്ട്. ആ രണ്ടു ഭാവത്തിലും വസിക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മയെ ശരണം പ്രാപിച്ച് അമ്മയെ പ്രസാദിപ്പിച്ചാൽ, ഇപ്പൊ നമ്മൾ ഈ സ്തോത്രം ചൊല്ലുന്നത് തന്നെ അമ്മയുടെ പ്രസാദത്തിന് വേണ്ടിയാണ്. പ്രസീത പ്രസീത എന്ന് പറഞ്ഞു തന്നെയാണ് തുടങ്ങുന്നത് തന്നെ. അപ്പൊ അമ്മയുടെ ആ പ്രസാദം ലഭിച്ചാൽ, അമ്മ പ്രസന്നയായാൽ തീർച്ചയായും മുക്തി ഭക്തന് ലഭിക്കും എന്നിവിടെ ഉറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സമ്മോഹിതം ദേവി സമസ്തമേതത് ത്വം വൈ പ്രസന്ന ഭുവി മുക്തി ഹേതു. അമ്മ മോഹത്തിനും മുക്തിക്കും ഒരുപോലെ ഹേതുവാണ്. ഈ ഭാവത്തിലിരിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. അടുത്തതായി പറയുന്നു, വിദ്യാ സമസ്താസ്തവ ദേവി ഭേദ സ്ത്രീയ സമസ്ത സകലാ ജഗത്സു ത്വയൈകയാ പൂരിതമംബയൈതത് കാതേ സ്തുതി സ്തവ്യ പരാപരോക്തി. ദേവി പ്രകാശസ്വരൂപയായ അമ്മേ, ലോകത്തിൽ ക്രീഡിക്കുന്നവളെ, സമസ്ത വിദ്യ തവ ഭേദ, അമ്മയുടെ തന്നെ ഭാവഭേദങ്ങളാണ് എല്ലാ വിദ്യകളും. വിദ്യ എന്ന ശബ്ദത്തിന് അറിവെന്ന അർത്ഥമെടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്താൽ എല്ലാ അറിവുകളും അമ്മയുടെ ഭേദം തന്നെയാണ്, അമ്മയുടെ ഭാവം തന്നെയാണ്. അപ്പൊ ലൗകികമായ അറിവുകളും ആത്മീയമായ അറിവുകളും, അതിൽ വരുന്ന പലതരം അറിവുകൾ. ഇപ്പൊ ആത്മീയം എന്ന് പറഞ്ഞാൽ തന്നെ പലതരം ശാസ്ത്രങ്ങളുണ്ട്. അപ്പോൾ ആ അറിവുകളായും ലൗകികമായ പല ശാസ്ത്രങ്ങൾ, ആ അറിവുകളായും എല്ലാം പ്രകാശിക്കുന്നത് അമ്മ തന്നെയാണ് എന്നൊരർത്ഥം. വിദ്യാശബ്ദത്തിന് ദശമഹാവിദ്യ എന്ന അർത്ഥവും എടുക്കാം. അമ്മയുടെ 10 ഭാവങ്ങളാണ്. ആ ദശമഹാവിദ്യകൾ കാളി, താര, ത്രിപുരസുന്ദരി, ഭുവനേശ്വരി, ഭൈരവി, ഛിന്നമസ്ത, ധൂമവതി, ബഗലാമുഖി, മാതംഗി, കമല. ഇങ്ങനെ 10 ഭാവങ്ങളിൽ ദശമഹാവിദ്യയായി പ്രകാശിക്കുന്നത് അമ്മ തന്നെയാണ്. അമ്മയുടെ വിവിധ ഭാവങ്ങളാണ് ഈ 10 വിദ്യകളും. കാരണം പരാശക്തി തന്റെ പൂർണ്ണതയിൽ ശോഭിക്കുന്ന ഭാവമാണ് ഇപ്പോൾ. അപ്പൊ ആ ഭാവത്തിലാണ് സ്തുതിക്കുന്നത്. അതുകൊണ്ട് ദശമഹാവിദ്യയായിരിക്കുന്നത് അമ്മ തന്നെയാണ് എന്നിവിടെ അർത്ഥമെടുക്കാം. അതല്ലെങ്കിൽ എല്ലാ വിദ്യയായും എല്ലാ അറിവായും പ്രകാശിക്കുന്നത് അമ്മ തന്നെയാണ്. സ്ത്രീയ സമസ്ത സകലാ ജഗത്സു, ഈ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും അമ്മയുടെ അംശങ്ങൾ തന്നെയാണ്. ദേവി ഉപാസകര് സ്ത്രീകളിൽ അമ്മയുടെ സാന്നിധ്യം അറിയണം. അമ്മ തന്നെയാണ് ഓരോ സ്ത്രീയുമായി ഈ പ്രപഞ്ചത്തിൽ ശോഭിക്കുന്നത്. കാരണം സ്ത്രീകളാണ് ലോകത്തിൽ പുതിയ സൃഷ്ടി നടത്തുന്നത്. പലർക്കും ജന്മം നൽകുന്നത് സ്ത്രീയാണ്. അതുകൊണ്ട് അമ്മ എന്ന ഭാവത്തിൽ ശോഭിക്കുന്നതെല്ലാം ആ പരാശക്തിയുടെ അംശങ്ങൾ തന്നെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ദേവന്മാർ ഇവിടെ പറയുന്നു. അപ്പം അതുകൊണ്ട് നാരിയെ ശക്തിയായി, പരാശക്തിയായി കാണണമെന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ത്വയൈകയാ പൂരിതമംബയൈതത് കാതേ സ്തുതി സ്തവ്യ പരാപരോക്തി. ഏകയാ ത്വയ, ഒറ്റയായിരിക്കുന്ന നിന്നാൽ, പൂരിതം അംബ ഏതത്, അല്ലയോ അമ്മേ, ഇതെല്ലാം നീ ഒന്നുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിശ്വം മുഴുവൻ, സമസ്ത പ്രപഞ്ചവും നീ തന്നെയാണ്. ആ ഭാവത്തിലിരിക്കുന്ന നിന്നെ കാതേ സ്തുതി സ്തവ്യ പരാപരോക്തി. ഇവിടെ പരാപരോക്തി എന്ന് പറയുന്നത്, പര എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അപ്പുറം, അപര എന്ന് പറഞ്ഞാൽ അതല്ലാത്തത്, അതായത് ലോകത്തിലുള്ളത്. അപ്പോൾ പര അപര എന്നുള്ളതിന് ആത്മീയം, ലൗകികം എന്ന രണ്ടർത്ഥം എടുക്കാം. അങ്ങനെയുള്ള എല്ലാ വാക്കുകളും, അങ്ങനെ സ്തുതിക്കത്തക്കതായ എല്ലാ വാക്കുകളും നീ തന്നെയാകുന്നു. അതുകൊണ്ട് നിന്നെ എങ്ങനെ സ്തുതിക്കാനാണ്, നിനക്ക് മറ്റെന്ത് സ്തുതിയാണ് നൽകേണ്ടത് എന്നൊരർത്ഥം വന്നു. ഇവിടെ പരാ അപര എന്നുള്ളത് പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന ശബ്ദത്തിന്റെ 4 തലമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. പര പിന്നെ അപര എന്നുള്ളത് തുടങ്ങിയിട്ടുള്ളത് എന്ന അർത്ഥത്തിലെടുത്താൽ പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് ശബ്ദത്തിന് 4 ഭാവങ്ങളുണ്ട്. ഏറ്റവും സൂക്ഷ്മമായത് പരാഭാവവും അവിടെ നിന്ന് വൈഖരി, നമുക്ക് കേൾക്കാൻ പാകത്തിനുള്ള ഭാവത്തിലേക്ക് എത്തുന്നതാണ് വൈഖരി. അപ്പൊ അങ്ങനെ ആ 4 ഭാവമായിരിക്കുന്ന ഉക്തികളും വാക്കുകളും നീ തന്നെയാണ്. അതുപയോഗിച്ചിട്ടേ സ്തുതിക്കാൻ പറ്റൂ. അപ്പോൾ വാക്കുകളായി തന്നെ ലോകത്തിൽ പ്രകാശിക്കുന്ന, അത് സ്ഥൂലമായ വാക്ക് മാത്രമല്ല, അതിൻ്റെ 4 ഭാവത്തിലും പ്രകാശിക്കുന്നത് നീ തന്നെയാണെങ്കിൽ ഇതിൽ പരം നിനക്ക് വേറെ എന്ത് സ്തുതിയാണ് നൽകേണ്ടത്? അതായത് എല്ലാ വാക്കുകളും നിന്നെയാണ് സ്തുതിക്കുന്നത്. ഓരോ അക്ഷരങ്ങളും നിന്റെ മന്ത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ വാക്കായി ലോകത്തിൽ ശോഭിക്കുന്നവൾ, ശബ്ദമായി ലോകത്തിൽ ശോഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ശബ്ദവും അമ്മയാണ്. അതുകൊണ്ട് എല്ലാ ശബ്ദങ്ങളും മന്ത്രങ്ങളാണ്. ഭാരതീയർ ശബ്ദത്തിന് അത്രയും പ്രസക്തി കൽപ്പിച്ചിട്ടുണ്ട്. വളരെ ആദരവോടു കൂടിയാണ് ശബ്ദത്തെ അവർ ഗ്രഹിച്ചിരുന്നത്. കാരണം ശബ്ദം ബ്രഹ്മമാണ്.
അത് അമ്മയുടെ തന്നെ ഭാവമാണ്. അപ്പൊ അതുകൊണ്ട് അതല്ലാതെ ഇനി അമ്മയ്ക്ക് എന്ത് സ്തുതിയാണ് നൽകുക? കാരണം സ്തുതിക്കണമെങ്കിൽ വാക്ക് വേണം. ആ വാക്കായി തന്നെ പ്രകാശിക്കുന്നത് നീയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ വാക്കുകളും എന്തെല്ലാം ഉച്ചരിക്കപ്പെടുന്നുവോ ഈ പ്രപഞ്ചത്തിൽ അതെല്ലാം നിനക്കുള്ള സ്തുതി തന്നെയാകുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്തതായി പറയുന്നു, സർവഭൂത യഥാ ദേവി ഭുക്തിമുക്തി പ്രദായിനി ത്വം സ്തുതാസ്തുതയേ കാവാ ഭവന്തു പരമോക്തയ. അമ്മ സർവഭൂതയാണ്, എല്ലാമായി ഭവിച്ചിരിക്കുന്നതാണ്. എല്ലാമായി ഭവിച്ചിരിക്കുക. അതിപ്പോ ചരമാണെങ്കിലും അചരമാണെങ്കിലും ജീവനുള്ളതാണെങ്കിലും ജീവൻ ഇല്ലാത്തതാണെങ്കിലും എല്ലാ ഭാവത്തിലും ഭവിച്ചിരിക്കുന്നത് അമ്മ തന്നെയാണ്. എല്ലാം അമ്മ തന്നെയാണ്. ഭുക്തി മുക്തി പ്രദായിനി, ഭുക്തിയെ നൽകുന്നതും ലോകത്തിലുള്ള ഭോഗങ്ങളെ നൽകുന്നതും അതിൽ നിന്നും വിരക്തി വന്ന് ആത്മാന്വേഷണം നടത്തി ആത്മജ്ഞാനത്തെ, അതായത് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതും അമ്മ തന്നെയാണ്. ഭുക്തി മുക്തി പ്രദായിനിയാണ്. അങ്ങനെയുള്ള അമ്മയെ ആ ഭാവത്തിൽ ത്വം സ്തുതാ യഥാ, എപ്പോൾ നീ സ്തുതിക്കപ്പെടുന്നുവോ അതിലും വലിയ സ്തുതി പരമോക്തയഃ കാവാ ഭവന്തു ത്വം, അതിലും വലിയ സ്തുതി നിനക്ക് എന്താണുള്ളത്? അതായത് നീ സർവഭൂതയാണെന്നും ഭുക്തിമുക്തി പ്രദായിനിയാണെന്നും ദേവിയാണെന്നും ഭക്തൻ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കി നിന്നെ ആ ഭാവത്തിൽ കാണുന്നത് തന്നെയല്ലേ നിനക്കുള്ള ഏറ്റവും വലിയ സ്തുതി. കാരണം അതിനും അപ്പുറം ഒന്നും പറയാൻ പറ്റില്ല. ഉള്ളതെല്ലാം നീ എന്ന ബോധമുണ്ടായാൽ, ഇവിടെ ലോകത്തിൽ നിർത്തി ലോകസുഖങ്ങൾ നൽകുന്നതും നീ, അതിൽ നിന്നും പിന്തിരിപ്പിച്ച് ആത്മജ്ഞാനം നൽകുന്നതും നീ എന്ന ബോധമുണ്ടായാൽ പിന്നെ അതിലപ്പുറം നിന്നെ എന്താണ് സ്തുതിക്കേണ്ടത്? അതായത് ആത്മജ്ഞാനം തന്നെയാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ സ്തുതി. മുനി മൗനത്തിലിരിക്കുന്നവൻ, അവന്റെ മൗനം ആനന്ദമാണ്. അവനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഭാവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്തുതി. വാക്കുകൾക്കും അപ്പുറം നിൽക്കുന്ന ആനന്ദം തന്നെയാണ് ദേവിയുടെ സ്തുതി. അപ്പോൾ ആ സ്വരൂപത്തെ അറിയുകയാണ് ഭക്തന്റെ ലക്ഷ്യം. വാക്കുകളെല്ലാം തന്നെ അതിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് എന്ന് ദേവന്മാർ ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം നീ സർവഭൂതയാണ്, നീ ഭുക്തിമുക്തി പ്രദായിനിയാണ്. അപ്പോൾ നിന്നെ ആ ഭാവത്തിൽ അറിയുന്നത് തന്നെയാണ് വാസ്തവത്തിൽ നിനക്ക് ഏറ്റവും നല്ല സ്തുതി. അതിലും കൂടുതൽ നിന്നെ സ്തുതിക്കാനായി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഭാവത്തിൽ നിന്നെ ഞങ്ങൾ അറിയുന്നു എന്ന് ദേവന്മാർ പറയുന്നു. പിന്നെ ഭക്തരായ നമ്മളോട് ആ ഭാവത്തിൽ അമ്മയെ അറിയണം എന്ന ഒരു ഉപദേശവും ഇവിടെ അടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപവർഗദേ ദേവി നാരായണീ നമോസ്തുതേ. സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ. സർവസ്യ ജനസ്യ, എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ ബുദ്ധിരൂപേണ സംസ്ഥിതേ, ബുദ്ധിരൂപത്തിലിരിക്കുന്നവളെ. ബുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിനെ കാണുന്ന സാക്ഷിയാണ്. ബോധത്തിന്റെ സാക്ഷിഭാവമാണ് ബുദ്ധി. ബുദ്ധിയുള്ളത് കൊണ്ടാണ് മനസ്സിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. മനസ്സ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രിയ വിഷയങ്ങൾ ഗ്രഹിക്കാനും കർമ്മം ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും കാരണമായി ബുദ്ധിയെ പറയാം. ആ ബുദ്ധിയായി എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നത് നീ തന്നെയാണ്. സ്വർഗാപവർഗദേ, സ്വർഗത്തെയും നീ നൽകുന്നു, അപവർഗത്തെയും നൽകുന്നു. സുഖം പരിപൂർണമായിരിക്കുന്ന ഭാവമാണ് സ്വർഗം. അപവർഗം മോക്ഷമാണ്, ആനന്ദമാണ്. സുഖം ദുഃഖത്തിന്റെ ഓപ്പോസിറ്റാണ്. അപ്പൊ സുഖമുണ്ടെങ്കിൽ ദുഃഖവും ഉണ്ടാവും. ഇപ്പൊ സ്വർഗലോകത്തിൽ ദേവന്മാർ സദാ സുഖിക്കുന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവിടെ സുഖത്തിന്റെ ആധിക്യമുണ്ട്, പക്ഷെ അവർക്കും ദുഃഖമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ അടുത്തേക്ക് വരേണ്ടി വരുന്നത്. പല അസുരന്മാരും വന്ന് അവരെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാകും. അതുകൊണ്ട് സ്വർഗം നേടുമ്പോൾ അത് അശാശ്വതമാണ്. എന്നാൽ അപവർഗം എന്ന് പറയുന്നത് പരമാനന്ദമാണ്, ആത്മാനുഭൂതിയാണ്, അത് നിത്യമാണ്, സനാതനമാണ്. ഇത് രണ്ടും അമ്മ തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് സ്വർഗാപവർഗദേ ദേവി പ്രകാശസ്വരൂപിണിയാണ്, ക്രീഡാതൽപരയാണ്. അങ്ങനെ ഇരിക്കുന്ന നാരായണി, ഈ സ്തുതിയുടെ പേര് തന്നെ നാരായണി സ്തുതിയാണ്. നാര ശബ്ദത്തിന് നരന്മാരെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം. അപ്പോൾ അയനം എന്ന് പറഞ്ഞാൽ ആശ്രയം. അപ്പൊ നരന്മാർക്കുള്ള ഏകാശ്രയമായിരിക്കുന്നവൾ അഥവാ നരന്മാരുടെ ഉള്ളിൽ വസിക്കുന്നവൾ. ഇവിടെ ഹൃദയ സംസ്ഥിതേ എന്ന് പറഞ്ഞതുകൊണ്ട് ആ അർത്ഥവും എടുക്കാം. അപ്പൊ നരന്മാരുടെ ഉള്ളിൽ ബോധമായി പ്രകാശിക്കുന്നവളും നീ, ആ നരന്മാർക്ക് പരമമായ ആശ്രയമായി, അതായത് നരന്മാര്
എവിടെയാണോ എത്തേണ്ടത് ആ ആശ്രയമായി ഇരിക്കുന്നതും നീ. അയനം എന്ന ശബ്ദത്തിന് വഴി എന്ന അർത്ഥമെടുത്താൽ അവിടേക്ക് ആ ആശ്രയത്തിലേക്കുള്ള വഴിയായി നിൽക്കുന്നതും നീ. സ്വർഗാപവർഗതേ എന്നിവിടെ പറഞ്ഞു. അപ്പോൾ ലോകത്തിൽ അനുഭവിക്കേണ്ടതായ സുഖങ്ങളിലേക്കുള്ള മാർഗങ്ങൾ, പല മാർഗങ്ങളുണ്ട്, ലൗകികമായ മാർഗങ്ങൾ, അതെല്ലാം നീ തന്നെയാണ്, അതുകൊണ്ട് നീ നാരായണിയാണ്. അങ്ങനെ കിട്ടുന്ന സുഖങ്ങളും നീയാണ്, അതുകൊണ്ട് നീ നാരായണിയാണ്. മനുഷ്യരെ അതിന് പ്രേരിപ്പിക്കുന്ന അവരുടെ ഉള്ളിലിരിക്കുന്നവൾ നീയാണ്, അതുകൊണ്ട് നീ നാരായണിയാണ്. ഇനി ആത്മാവിലേക്കുള്ള ഏകമായ വഴിയാണ്. പല വഴികൾ ഉണ്ടെങ്കിലും വാസ്തവത്തിൽ അതൊന്നു തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള രാജമാർഗമായി നിൽക്കുന്നതും നീ, അതുകൊണ്ട് നരന്മാരുടെ ഏകമായ വഴിയായിരിക്കുന്നവൾ നാരായണി നീ. നരന്മാരുടെ പരമമായ ലക്ഷ്യം, അവസാനം അനുഭവിച്ചറിയുന്ന ആ പരമാനന്ദം, ആ മോക്ഷം നീ, അതുകൊണ്ട് നാരായണി. അങ്ങനെയുള്ള നാരായണി നമോസ്തുതേ, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഞാൻ നിനക്ക് നമസ്കാരത്തെ സമർപ്പിക്കുന്നു. സ്തുതി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ അമ്മയുടെ ഭാവത്തെ നമ്മൾ മനസ്സിൽ കാണണം. അങ്ങനെ കണ്ടുകൊണ്ട് സമർപ്പിക്കുകയാണ്, അവനവനെ തന്നെ സമർപ്പിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള നമസ്കാരം. കാരണം ഞാൻ നിന്നെ സദാ ആശ്രയിക്കുന്നു, എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളത് വെറും മോഹമാണ്. യഥാർത്ഥത്തിൽ നീയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഈ മനസ്സിലാക്കലാണ് വാസ്തവത്തിലുള്ള നമസ്കാരം. ശരണാഗതി എന്നതിനെ വിളിക്കാം. അപ്പൊ ആ ഭാവത്തിൽ അല്ലയോ നാരായണി, നിന്നെ ഞാൻ നമസ്കരിക്കുന്നു. അടുത്തതായി കലാകാഷ്ഠാദിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോപരതൗ ശക്തേ നാരായണി നമോസ്തുതേ. കലാകാഷ്ഠ ആദി രൂപേണ. കലാകാഷ്ഠ എന്നുള്ളത് സമയത്തിന്റെ യൂണിറ്റുകളാണ്, ഏകകങ്ങളാണ്. അപ്പോൾ ആ ഏകകങ്ങൾ ഉപയോഗിച്ചിട്ട്, അതായത് ഇത്ര മുഹൂർത്തം, ഇത്ര കാഷ്ഠ, ഇത്ര കാഷ്ഠ, ഇത്ര കല എന്ന് പറഞ്ഞ് കണക്കുകളുണ്ട്. അപ്പൊ ആ രീതിയിൽ സമയത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകങ്ങളായി ആ ഭാവത്തിൽ ലോകത്തിൽ ശോഭിക്കുന്നത് നീയാണ്. അങ്ങനെ ശോഭിച്ചുകൊണ്ട് പരിണാമപ്രദായിനി, നീ പരിണാമത്തെ പ്രദാനം ചെയ്യുന്നു. ലോകം സദാ പരിണമിച്ചു കൊണ്ടിരിക്കാനുള്ള കാരണം കാലമാണ്. ആ കാലസ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നീയാണ്. കാലം എന്നാൽ പ്രവാഹമാണ്, ഒഴുക്കാണ്, അവസാനമില്ലാത്ത ഒഴുക്കാണ്. അപ്പൊ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിശ്വം മുഴുവൻ ഉണ്ടാകുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ളത് കാലത്തിന്റെ ഒഴുക്കുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ കാലസ്വരൂപമായി ലോകത്തിന്, വിശ്വത്തിന് പരിണാമത്തെ പ്രദാനം ചെയ്തുകൊണ്ട് വിശ്വസ്യ ഉപരതൗ ശക്തേ. വിശ്വസ്യ ഉപരതൗ, ഉപരതി എന്ന് പറഞ്ഞാൽ അവസാനമാണ്. അപ്പോൾ ലോകത്തിന് പരിണാമം നൽകുന്നതും ക്രമേണ ആ പരിണാമത്തെ ഇല്ലാതെയാക്കി ലയിപ്പിക്കുക, പ്രളയം നടത്തുന്നതും, അതായത് ലോകത്തിന്റെ അവസാനവും നടത്തുന്നത് നീ തന്നെയാണ്. കാലസ്വരൂപിണിയായിട്ടാണ് നീ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ശക്തി നാരായണി നമോസ്തുതേ, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഇവിടെ നാരായണിയെ ആദ്യം നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ബുദ്ധിയായിട്ടാണ് കണ്ടത്, എല്ലാത്തിനും പ്രേരകയായി ഇരിക്കുന്നവൾ. ഇനി പ്രപഞ്ചത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന കാലശക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പൊ കാലസ്വരൂപിണിയായിരിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. അതാണ് കലാകാഷ്ഠാദിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോപരതൗ ശക്തേ നാരായണി നമോസ്തുതേ. ഇവിടെ ഒന്നും ശാശ്വതമല്ല, ഇത് നമ്മൾ സദാ ഓർക്കണം. അത് ശാശ്വതമല്ലാതിരിക്കാനുള്ള കാരണം അമ്മയാണ്, ഇതും നമ്മൾ മനസ്സിലാക്കണം. കാരണം ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളത് പലതും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ദുഃഖമുണ്ടാകുന്നു, ആവശ്യമുള്ളത് ചിലത് ലഭിക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ടാകുന്നു. ഇത് രണ്ടും വാസ്തവത്തിൽ അമ്മയ്ക്ക് അർപ്പിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഇത് രണ്ടും സംഭവിക്കുന്നത് അമ്മയുടെ ഇച്ഛ കൊണ്ടാണ്. അപ്പോൾ ദുഃഖത്തിൽ ദുഃഖിക്കാതെയും സുഖത്തിൽ സുഖിക്കാതെയും ഇരിക്കാൻ പഠിക്കണമെങ്കിൽ കാലസ്വരൂപിണിയാണ് അമ്മ എന്ന ബോധം ഭക്തനുണ്ടാവണം. ആ ബോധമുണ്ടായാൽ ലോകത്തിൽ നിന്ന് എന്ത് അനുഭവം ഉണ്ടായാലും ഉള്ളിൽ ഇളക്കമില്ലാതിരിക്കാൻ പറ്റും. അപ്പൊ ആ ബോധം പ്രദാനം ചെയ്യാൻ വേണ്ടിയും കൂടിയാണ് ഈ നമസ്കാരം. കാലദോഷങ്ങളെ അകറ്റാൻ ഈ മന്ത്രം വളരെ പ്രസക്തമാണ്, ഉപകാരപ്രദമാണ്. അതുകൊണ്ട് ഈ ഭാവത്തിൽ അമ്മയെ സ്തുതിക്കണം. കലാകാഷ്ഠാദിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോപരതൗ ശക്തേ നാരായണി നമോസ്തുതേ. അത് കഴിഞ്ഞ് പറയുന്നു, ഇത് വളരെ പ്രസിദ്ധമായ മന്ത്രമാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സർവമംഗലമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗലമാംഗല്യേ, എല്ലാ മംഗളങ്ങളെയും പ്രദാനം ചെയ്യുന്ന മംഗളസ്വരൂപിണിയായവളെ. അതായത് അമ്മയാണ് മംഗളത്തിന്റെ ഉറവിടം. ശുഭമായത് എന്തെല്ലാമുണ്ടോ അതിൻ്റെ ഉറവിടം തേടി ചെന്നാൽ അമ്മയിലെത്തും. അതുകൊണ്ട് എല്ലാ ശുഭങ്ങളായും ലോകത്തിൽ വസിക്കുന്നത് അമ്മയാണ്.
ആ ശുഭത്തെ ലോകത്തിന് പ്രദാനം ചെയ്യുന്നതും അമ്മയാണ്. അതുകൊണ്ട് സർവമംഗല മാംഗല്യേ. അവ ജീവിതത്തിൽ ശുഭം എവിടെയെല്ലാം നമ്മൾ അനുഭവിക്കുന്നു, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഡെഫിനിഷൻ ഉണ്ടാവും ശുഭത്തിന്. അത് എന്ത് തന്നെയാണെങ്കിലും ആ ഭാവത്തിൽ ആ ശുഭമായിരിക്കുന്നത് അമ്മയാണെന്ന ബോധം നമുക്കുണ്ടായാൽ നമുക്ക് സദാ അമ്മയുടെ സ്മരണയുണ്ടാകും. അതുകൊണ്ടാണ് സർവമംഗല മാംഗല്യേ എന്ന് വിളിക്കുന്നത്. ഇവിടെ ജീവിതത്തിൽ എനിക്ക് എല്ലാ മംഗളങ്ങളെയും നൽകണം എന്ന പ്രാർത്ഥനയും അടങ്ങിയിട്ടുണ്ട്. കാരണം ജീവിതത്തെ മംഗളപൂർണ്ണമാക്കുന്നവളാണ് നീ, അതെനിക്കറിയാം എന്ന ബോധം ഭക്തൻ ഇവിടെ പ്രകടമാക്കുന്നു. അതുകൊണ്ട് സർവമംഗല മാംഗല്യേ ശിവേ, പരിശുദ്ധയായിരിക്കുന്നവൾ, ശുഭമായിരിക്കുന്നവൾ, മംഗളസ്വരൂപിണി എന്ന് തന്നെ ശിവാശബ്ദത്തിനർത്ഥം. അപ്പോൾ സർവമംഗല മാംഗല്യാണ്, ശിവയുമാണ് നീ. അങ്ങനെ ഇരിക്കുന്ന നീ സർവാർത്ഥ സാധികേ, എല്ലാ അർത്ഥങ്ങളെയും സാധിപ്പിച്ച് നൽകുന്നവൾ. അർത്ഥം എന്ന ശബ്ദത്തിന് ആഗ്രഹം എന്ന അർത്ഥം എടുക്കണം. അപ്പൊ നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്നവളാണ്. ഈ മന്ത്രത്തിന്റെ പ്രസക്തിയും അതാണ്. എല്ലാ ആഗ്രഹങ്ങളും നേടിത്തരുന്ന മന്ത്രമാണത്. അപ്പൊ സർവാർത്ഥ സാധിക്കേ, അർത്ഥശബ്ദത്തിന് പുരുഷാർത്ഥം എന്ന അർത്ഥം എടുക്കാം. ചതുർവിധ പുരുഷാർത്ഥങ്ങൾ, അതായത് കാമം, ധർമ്മം, മോക്ഷം, പിന്നെ അർത്ഥം. ഈ 4 ചതുർവിധ പുരുഷാർത്ഥങ്ങൾ. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നു, ആ ആഗ്രഹിക്കുന്നത് നേടാൻ വേണ്ടി നമ്മൾ ധർമ്മത്തെ ആശ്രയിക്കുന്നു, ആ ധർമ്മത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ അർത്ഥത്തെ സമ്പാദിക്കുന്നു, ആ അർത്ഥത്തെ സമ്പാദിച്ച് ക്രമേണ വിരക്തി വന്ന് നമ്മൾ അതിനെ എല്ലാം ഉപേക്ഷിച്ച് മുക്തരായിത്തീരുന്നു. അപ്പൊ ഇങ്ങനെ കാമം, ധർമ്മം, അർത്ഥം, മോക്ഷം എന്ന 4 പുരുഷാർത്ഥങ്ങളെയും പ്രദാനം ചെയ്യുന്നത് അമ്മയാണ്. ഭുക്തിമുക്തി പ്രദായിനി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വന്നു. ഇനി അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നവൾ എന്ന സാമാന്യ അർത്ഥത്തിലും സർവാർത്ഥ സാധികയാണ് അമ്മ. ശരണ്യേ, ശരണയോഗ്യയാണ്. അതായത് ഈ ലോകത്തിൽ ശരണം പ്രാപിക്കാൻ ഒരാൾ മാത്രമേ യോഗ്യയായിട്ടുള്ളൂ, അത് അമ്മയാണ്. വേറെ എവിടെ ചെന്നാലും അശാശ്വതമായ ശരണമേ കിട്ടും. ഇന്ന് ലോകത്തിൽ പലരും പലതിനെയും ശരണം പ്രാപിക്കുന്നുണ്ട്. കാശിനെ ശരണം പ്രാപിക്കുന്നുണ്ട്, പ്രതാപത്തെ ശരണം പ്രാപിക്കുന്നുണ്ട്, ശരീരബലത്തെ ശരണം പ്രാപിക്കുന്നുണ്ട്, വിദ്യയെ ശരണം പ്രാപിക്കുന്നുണ്ട്. ഇങ്ങനെ ലോകത്തിലുള്ള പലതിനെയും ആശ്രയിച്ച് താൻ സ്വസ്ഥനായിരിക്കും, സുഖമായിരിക്കും എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിലുള്ളതെല്ലാം അശാശ്വതമാണ്. അപ്പൊ ലോകത്തിൽ കിട്ടുന്ന ശരണങ്ങളൊക്കെയും അശാശ്വതമാണ്. ശാശ്വതമായ ശരണം അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ ശരണ്യയാണ്. ത്രംബകേ, 3 കണ്ണുകൾ ഉള്ളവളാണ്. രൂപധ്യാനം നടത്തുമ്പോൾ തൃക്കണ്ണുള്ള ഭാവത്തിൽ കാണാം. സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ 3നെയും കാണുന്നവൾ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഈ 3 ഭാവത്തെയും കാണുന്ന ആത്മാവാണ് അമ്മ. അതുകൊണ്ട് ത്രംബകേ. ഗൗരി, വെളുത്തവളാണ്. പരിശുദ്ധിയെ സൂചിപ്പിക്കാനാണ് വെളുപ്പ് ഇവിടെ എടുത്തു പറയുന്നത്. ഒരു കലർപ്പുമില്ലാത്ത ശുദ്ധമായ ചൈതന്യമാണ് അമ്മ. അതുകൊണ്ട് ഗൗരിയാണ്. നാരായണി, നരന്മാർക്ക് ഏകാശ്രയമായി വർത്തിക്കുന്നവളെ നമോസ്തുതേ, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. വളരെ പ്രസക്തമായ മന്ത്രമാണിത്. സർവമംഗല മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. എല്ലാ ആഗ്രഹങ്ങളും നേടിത്തരുന്ന മന്ത്രമാണിത്. അടുത്തതായി പറയുന്നു, സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ. സൃഷ്ടി സ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനി. സനാതനിയാണ്, നിത്യമുള്ളവളാണ്. കാരണം പരിണാമം എന്നുള്ളത് വിശ്വത്തിനാണ്. പരിണാമമില്ലാതെ ശാശ്വതമായി അതിനെല്ലാം ആധാരമായി നിൽക്കുന്ന ചൈതന്യം നീയാണ്. അതുകൊണ്ട് നീ സനാതനിയാണ്, സദാ ഉള്ളവളാണ്. ആ നീയാണ് സൃഷ്ടി സ്ഥിതി വിനാശാനാം ശക്തിഭൂതേ. സൃഷ്ടിയെ നടത്താനുള്ള ശക്തിയും സ്ഥിതിയെ നടത്താനുള്ള ശക്തിയും വിനാശത്തെ നടത്താനുള്ള ശക്തിയും നീയാണ് പ്രദാനം ചെയ്യുന്നത്. സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവാണ്, നമുക്കറിയാം. സ്ഥിതി നടത്തുന്നത് വിഷ്ണുവാണ്, സംഹാരം നടത്തുന്നത് രുദ്രനാണ്. ഈ 3 പേരുടെയും ശക്തി നീ തന്നെയാണ്. ദേവന്മാരിൽ നിന്നും ചൈതന്യം പുറത്തേക്ക് വന്ന്, ശക്തി പുറത്തേക്ക് വന്ന് ഒരു രൂപമെടുത്ത കാര്യം മഹിഷാസുര വധ സമയത്ത് നമ്മൾ കേട്ടതാണ് ദേവി മഹാത്മ്യത്തിൽ. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ശക്തിയായി വർത്തിക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ആ ശക്തിയെ പ്രദാനം ചെയ്യുന്നത് അമ്മയാണ്. അതിൻ്റെ ഉറവിടം അമ്മയാണ്, ശക്തി സ്വരൂപിണിയാണ്. അതുകൊണ്ട് സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനി. നിത്യമായ ഉറവിടം, ഈ 3 ശക്തിയുടെയും ഉറവിടം നീ തന്നെയാണ്. അതായത് നീ തന്നെ സൃഷ്ടിക്കുന്നു, നീ തന്നെ പാലിക്കുന്നു, നീ തന്നെ സംഹരിക്കുന്നു. അങ്ങനെ ത്രിമൂർത്തി ഭാവത്തിൽ ശോഭിക്കുന്നത് നീ തന്നെയാകുന്നു. ഗുണാശ്രയേ, ഗുണങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നവൾ.
സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ളത് 3 ഗുണങ്ങളുടെ ഭാവങ്ങളാണ്. അതായത് രജോ ഗുണം സൃഷ്ടിയെ നടത്തുന്നു, സത്വഗുണം സ്ഥിതിയെ നടത്തുന്നു, തമോ ഗുണം സംഹാരത്തെ നടത്തുന്നു. ആ 3 ഗുണങ്ങളും അമ്മയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടക്കുന്നത്. അപ്പൊ 3നും ആധാരമായിരിക്കുന്നത് ഗുണാശ്രയേ, ഗുണമയേ, ഗുണസ്വരൂപിണി. ഇവിടെ ലോകത്തിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ ആ എല്ലാ ഗുണങ്ങളും അമ്മ തന്നെയാണ്. അതുകൊണ്ട് ഗുണമയിയാണ് അമ്മ. ഇനി ഒന്നുകൂടിയും സൂക്ഷ്മമായി നോക്കിയാൽ ഗുണശബ്ദത്തിന് കയറെന്നർത്ഥമുണ്ട്. അപ്പോൾ കയറായി ലോകത്തിൽ വർത്തിക്കുന്നവൾ, അതായത് ലോകത്തെ മുഴുവൻ കെട്ടി നിർത്തിയിട്ടുള്ളത് അമ്മയാണ്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ധർമ്മമുണ്ട്, ഒരു താളമുണ്ട്. ആ താളത്തിൽ അതിനെ നിലനിർത്തുന്നത് അമ്മയാണ്. അപ്പൊ അതിനെ കെട്ടിയിട്ടിട്ടുള്ളത് അമ്മയാണ്. ഇനി കെട്ടിയിട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് മായാസ്വരൂപിണിയാണെന്ന അർത്ഥവും എടുക്കാം. കാരണം ലോകത്തിൽ എല്ലാവരും മായയിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്, സംസാരത്തിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. അങ്ങനെ അവരെ ബന്ധിക്കുന്നതും അമ്മയാണ്. അതുകൊണ്ട് ഗുണമയേ എന്ന് വിളിച്ചിരിക്കുന്നു. നാരായണീ നമോസ്തുതേ, നരന്മാർക്ക് ഏകാശ്രയമായിരിക്കുന്നവളെ നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയി നാരായണീ നമോസ്തുതേ. സർഗവാസന ലഭിക്കാൻ ഉപകാരപ്രദമായ മന്ത്രമാണിത്. ആ ഭാവത്തിൽ ഈ മന്ത്രത്തെ ചൊല്ലാവുന്നതാണ്. അത് കഴിഞ്ഞ് അടുത്തതായി പറയുന്നു, ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണീ നമോസ്തുതേ. ശരണാഗത, അമ്മയെ ശരണം പ്രാപിച്ചിട്ടുള്ളവരുടെ ദീന അർത്ഥം. ദീനാർത്ഥം എന്ന് പറഞ്ഞാൽ 2 വാക്കിനും ദുഃഖിതൻ എന്നാണ് അർത്ഥം. അപ്പൊ ദുഃഖിതരായിട്ടുള്ള ആൾക്കാർ എന്ന് സാമാന്യം, ഇപ്പൊ ദുഃഖിതരായി അമ്മയെ ശരണം പ്രാപിച്ചിട്ടുള്ള ആൾക്കാർ എന്നൊരു അർത്ഥം എടുക്കാം. ഇനി ദീന ശബ്ദത്തിന് ദരിദ്രൻ എന്നർത്ഥവും ആർത്ത ശബ്ദത്തിന് രോഗി എന്നർത്ഥവും എടുക്കാം. അപ്പോൾ ദാരിദ്ര്യത്താൽ ദുഃഖിക്കുന്നവരും രോഗത്താൽ ദുഃഖിക്കുന്നവരും ദീനാർത്ഥന്മാരായി. അപ്പോൾ ദാരിദ്ര്യത്താൽ ദുഃഖിക്കുന്ന, രോഗത്താൽ ദുഃഖിക്കുന്ന ആൾക്കാർ നിന്നെ ശരണം പ്രാപിക്കുമ്പോൾ അവരുടെ പരിത്രാണനത്തിന് സദാ തൽപരയായിരിക്കുന്നവർ, അവരെ രക്ഷിക്കുന്നതിൽ, അതായത് ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കി ദരിദ്രന്റെ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നു, അവന് സന്തോഷത്തെ നൽകുന്നു. രോഗിയുടെ രോഗത്തെ ഇല്ലാതെയാക്കി അവന് ആരോഗ്യം നൽകുന്നു, അവന് സന്തോഷം നൽകുന്നു. അതുകൊണ്ട് ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സർവസ്യാർത്തി ഹരേ ദേവി, എല്ലാവരുടെയും ആർത്തിയെ, ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നവളാണ്. നാരായണീ നമോസ്തുതേ, നരന്മാർക്ക് ഏകാശ്രയമായിരിക്കുന്നവളെ നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ, നിനക്ക് നമസ്കാരം സമർപ്പിക്കുന്നു. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ സഹിക്കുന്ന ആൾക്കാർ ആ ദുഃഖത്തിൽ നിന്നും ശാശ്വതമായ മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചൊല്ലേണ്ട മന്ത്രമാണിത്. ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണീ നമോസ്തുതേ. എല്ലാ ദുഃഖങ്ങളെയും അമ്മ ഇല്ലാതെയാക്കുക. അതുകൊണ്ടാണ് സർവസ്യാർത്തി ഹരേ എന്ന് പറഞ്ഞത്. വിശേഷിച്ചും ദാരിദ്ര്യ ദുഃഖവും രോഗദുഃഖവും ഇല്ലാതെയാക്കും. അതല്ലാതെ എന്തെല്ലാം ദുഃഖങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം ഇല്ലാതെയാക്കുന്നവൾ അമ്മ തന്നെയാണ്. അപ്പൊ ആ ഭാവത്തിൽ അമ്മയ്ക്ക് നമസ്കാരം. നാരായണീ നമോസ്തുതേ. അടുത്തതായി, ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി സ്വരൂപധാരിണി ബ്രഹ്മാണി രൂപധാരിണി കൗശാംഭക്ഷരികേ ദേവി നാരായണീ നമോസ്തുതേ. ഇനി മാതൃക്കളുടെ ഭാവത്തിൽ ആവിർഭവിച്ച അമ്മയെ ആ ഓരോരോ ഭാവത്തിൽ സ്തുതിക്കുകയാണ്. ഇവിടെ ബ്രഹ്മാണിയെയാണ് സ്തുതിക്കുന്നത്. നേരത്തെ പറഞ്ഞു, സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം നടത്തുന്നത് അമ്മയാണ്, എല്ലാ ശക്തിയെയും പ്രദാനം ചെയ്യുന്നത് അമ്മയാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ ശക്തിയായിരിക്കുന്നവൾ ബ്രഹ്മാണി. ആ ബ്രഹ്മാണി രൂപധാരിണി, ആ ബ്രഹ്മാണിയുടെ രൂപത്തെ ധരിച്ചിരിക്കുന്നവൾ. അമ്മയ്ക്ക് രൂപമോ നാമമോ ഇല്ല, ഒന്നിലും പരിമിതമല്ല അമ്മ, എല്ലാത്തിനും അതീതയായിരിക്കുന്നവളാണ്. എന്നാൽ നമുക്ക് ഈ ലോകത്തിൽ കുടുങ്ങിക്കഴിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പല രൂപത്തിലും അമ്മ ദർശനം നൽകുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മാണി രൂപധാരിണി എന്ന് പറഞ്ഞത്. അത് യഥാർത്ഥ സ്വരൂപമല്ല, പക്ഷെ ആ രൂപത്തെ പ്രകടമാക്കുകയാണ്. ഹംസയുക്ത വിമാനസ്ഥേ, വിമാനം എന്നാൽ രഥം എന്നർത്ഥമെടുക്കാം. ദേവന്മാരുടെയൊക്കെ രഥം വിമാനമാണ്. അത് ഹംസയുക്തമാണ്, ഹംസമാണ്, അരണ്യമാണ് അതിനെ വഹിക്കുന്നത്. കുതിരയ്ക്ക് പകരം ഇവിടെ ഹംസമാണുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വിമാനത്തിൽ ഇരിക്കുന്നവളാണ് ബ്രഹ്മാണി. ഒന്നെങ്കിൽ ഹംസത്തെ രഥമാക്കി, അതായത് ഹംസത്തെ വാഹനമാക്കിയവൾ എന്ന അർത്ഥവും എടുക്കാം. അല്ലെങ്കിൽ ഒരു രഥത്തിൽ, ഹംസം വഹിക്കുന്ന രഥത്തിൽ ഇരിക്കുന്നവൾ, അങ്ങനെ ഒരു വിമാനത്തിൽ സഞ്ചരിക്കുന്നവൾ എന്ന അർത്ഥവും എടുക്കാം. അപ്പൊ ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരിണി. ഇവിടെ ഹംസ ശബ്ദത്തിന് പരമാത്മാവിനെ അറിഞ്ഞ പരമഹംസർ എന്ന ഭാവവും വരാം. അപ്പൊ അങ്ങനെയുള്ളവരിൽ
അങ്ങനെയുള്ളവരാണ് ലോകത്തിൽ അമ്മയെ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരാൽ വഹിക്കപ്പെടുന്നവൾ, അവരാൽ നയിക്കപ്പെടുന്നവൾ എന്നൊരർത്ഥം. അപ്പൊ അതുകൊണ്ട് ഹംസയുക്ത വിമാനസ്ഥേ എന്ന് പറയാം. കാരണം അമ്മയെ അറിഞ്ഞവർ പരമഹംസന്മാരാണ്. ആ ഹംസന്മാരാണ് അമ്മയുടെ മഹിമയെ ലോകത്തിൽ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണക്കാർ അമ്മയുണ്ടെന്ന് അറിയുന്നത് തന്നെ അവരിലൂടെയാണ്. അതുകൊണ്ട് അമ്മ സഞ്ചരിക്കുന്നത് അവരിലൂടെയാണെന്ന ധ്വനി ഉണ്ടാക്കാനും ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരിണി കൗശാംഭക്ഷരികേ. കൗശം എന്ന് പറഞ്ഞാൽ കുശത്തിൽ നിന്നുള്ളത്. അതായത് കുശപ്പുല്ല് ഉപയോഗിച്ചിട്ട് അംഭസ് ജലത്തെ തളിക്കുന്നവളാണ് അമ്മ. അതാണ് കൗശാംഭക്ഷരികേ. അതായത് അമ്മയുടെ കയ്യിൽ ഒരു കമണ്ഡലും ഉണ്ട്, അതിൽ ജലമുണ്ട്, ജപിച്ച് സിദ്ധി വരുത്തിയിട്ടുള്ള ജലമാണ്. അത് മന്ത്രങ്ങൾ ഉപയോഗിച്ച് കുശപ്പുല്ല് തട്ടി ആ ജലത്തിൽ സ്പർശിച്ചുകൊണ്ട് ശത്രുക്കളെ ഇല്ലാതെയാക്കുന്നവളാണ്. ദുഷ്ടശക്തികളെ മുഴുവൻ, അതിപ്പോൾ ബാഹ്യമായ ശക്തികളാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ദുർവിചാരങ്ങളാണെങ്കിലും അതിനെയെല്ലാം അമ്മ ജലം തളിച്ചില്ലാതെയാക്കുന്നു. അപ്പൊ അമ്മയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടതകളെല്ലാം, അതുപോലെ സൂക്ഷ്മമായ ബാധകളെല്ലാം ഇല്ലാതെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതുകൊണ്ട് ഈ ഭാവത്തിൽ പറയുന്നു കൗശാംഭക്ഷരികേ ദേവി നാരായണീ നമോസ്തുതേ. അങ്ങനെയുള്ള നാരായണിക്ക് നമസ്കാരം ഭവിക്കട്ടെ, ഞാൻ നമസ്കാരം സമർപ്പിക്കുന്നു. അപ്പൊ ബ്രഹ്മാണി ദേവിയുടെ സ്തുതിയാണ് ഈ മന്ത്രം. ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരിണി കൗശാംഭക്ഷരികേ ദേവി നാരായണീ നമോസ്തുതേ. അത് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ഭാവമാണ് മാതൃക്കളിൽ. ത്രിശൂല ചന്ദ്രാഹിധരേ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേന നാരായണീ നമോസ്തുതേ. ആദ്യം സൃഷ്ടികാരകനായ ബ്രഹ്മാവിന്റെ ശക്തിയെ സ്തുതിച്ചു. ഇപ്പൊ സംഹാരകനായ രുദ്രന്റെ, മഹേശ്വരന്റെ, മഹാദേവന്റെ ശക്തിയെ ഇവിടെ സ്തുതിക്കുകയാണ്. മാഹേശ്വരി സ്വരൂപേന, മാഹേശ്വരിയുടെ ഭാവത്തിൽ ഇരിക്കുന്നവർ. അപ്പൊ എല്ലാം ലയിപ്പിക്കുന്നത് രുദ്രനാണ്, മഹേശ്വരനാണ്. ആ ശക്തി അമ്മയാണ്, അതുകൊണ്ട് മാഹേശ്വരിയാണ്. ത്രിശൂല ചന്ദ്ര അഹി ധരേ. ത്രിശൂലം നമുക്കറിയാം 3 അറ്റങ്ങളുള്ള ശൂലമാണ്. ചന്ദ്രം, ചന്ദ്രക്കല, അഹി, അഹി എന്ന് പറയുന്നത് സർപ്പം. ഇത് 3നെയും ധരിച്ചിരിക്കുന്നവൾ. അപ്പൊ ത്രിശൂലം പിടിച്ചിട്ടുണ്ട്, ചന്ദ്രക്കലയെ ശിരസിൽ അണിഞ്ഞിട്ടുണ്ട്, സർപ്പം കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്, ആഭരണങ്ങളായി കുണ്ടലങ്ങളായും കൈകളിലുമൊക്കെ സർപ്പം അണിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഭാവത്തിൽ ഇരിക്കുന്ന മാഹേശ്വരി സ്വരൂപയാണ് അമ്മ. ത്രിശൂല ചന്ദ്രാഹിധരേ മഹാവൃഷഭവാഹിനി. വളരെ വലിയ ഒരു വൃഷഭത്തിൽ ഇരിക്കുന്നവൾ, അതിനെ വാഹനമാക്കിയവൾ. വൃഷഭം കാള. അപ്പൊ വെളുത്ത നിറത്തിലുള്ള വളരെ വലിയ കാളയാണ്. ആ കാളയിൽ അമ്മ സഞ്ചരിക്കുന്നു. ദേവി മഹാത്മ്യം പറയുന്ന സമയത്ത് പറഞ്ഞതാണ്, വൃഷം എന്ന് പറയുന്നത് ധർമ്മമാണ്. അപ്പൊ ധർമ്മത്തിൽ സഞ്ചരിക്കുന്നവളാണ് അമ്മ. അപ്പോൾ അതുകൊണ്ട് വലിയ ധർമ്മത്തിൽ, കാരണം വൃഷം എന്നത് ധർമ്മത്തിന്റെ പ്രതീകമാണ്. ആ വാക്കിന് തന്നെ ധർമ്മം എന്ന അർത്ഥം പൊതുവെ കൽപ്പിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ വൃഷഭത്തെ വാഹനമാക്കിയവൾ, ധർമ്മത്തിൽ ചരിക്കുന്നവൾ. ധർമ്മം എവിടെയെല്ലാം നിലനിൽക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം അമ്മയുണ്ടെന്ന് ഭക്തർ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ അമ്മയുടെ സാന്നിധ്യം അറിയിക്കുന്നത് കൊണ്ട് അതിനെ വാഹനമായി, ധർമ്മത്തെ വാഹനമാക്കിയിരിക്കുന്നു. അമ്മ ലോകത്തിൽ ചരിക്കുന്നത് ധർമ്മത്തിലാണെന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ രൂപധ്യാനമാണെങ്കിൽ കാളപ്പുറത്തിരിക്കുന്നവർ. കാരണം മഹേശ്വരൻ കാളപ്പുറത്താണ്. അപ്പൊ മാഹേശ്വരിക്കും അതേ ഭാവം കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ മഹാവൃഷഭവാഹിനി മാഹേശ്വര സ്വരൂപേണ നാരായണീ നമോസ്തുതേ. മാഹേശ്വരി ഭാവത്തിലിരിക്കുന്ന നാരായണി നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. അപ്പോൾ ഈശ്വരീ ഭാവത്തിലുള്ള മാതൃസ്തുതിയാണിത്. ത്രിശൂല ചന്ദ്രാഹിധരേ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണീ നമോസ്തുതേ. അത് കഴിഞ്ഞ് അടുത്തതായി പറയുന്നു, മയൂര കുക്കുടവൃതേ മഹാശക്തിധരേ നഖേ കൗമാരി രൂപസംസ്ഥാനേ നാരായണീ നമോസ്തുതേ. കുമാരന്റെ ശക്തിയെയാണ് ഇവിടെ സ്തുതിക്കുന്നത്. കുമാരൻ എന്നാൽ സ്കന്ദൻ, സുബ്രഹ്മണ്യൻ. അപ്പോൾ കുമാരന്റെ ശക്തിയായതുകൊണ്ട് കൗമാരി, കൗമാരി രൂപസംസ്ഥാനേ, കൗമാരിയുടെ രൂപത്തെ ധരിച്ചിരിക്കുന്നവൾ. എപ്പോഴും ഓർക്കണം, ഇതെല്ലാം അമ്മ ധരിച്ചിരിക്കുന്ന രൂപമാണ്. ഇത് അമ്മയുടെ സ്വരൂപമല്ല. ഇതിനെല്ലാം അതീതമായി നിൽക്കുന്ന പരാശക്തിയാണ് അമ്മ. പക്ഷെ നമുക്ക് ഇങ്ങനെയെല്ലാം, അതായത് കുമാരനിൽ ശക്തിയായി നമുക്ക് കാണാം, മഹേശ്വരനിൽ ശക്തിയായി കാണാം, അതുപോലെ ബ്രഹ്മാവിൽ ശക്തിയായി കാണാം. അപ്പൊ ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാ ദേവതാ ചൈതന്യങ്ങളിലും ശക്തിയായി പ്രവഹിക്കുന്നത് അമ്മയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ആ രൂപത്തെ ധരിച്ചിരിക്കുന്നു. അപ്പൊ കൗമാരി രൂപസംസ്ഥാനേ മയൂര കുക്കുടവൃതേ. മയൂരം എന്നാൽ മയിൽ, കുക്കുട്ടം എന്നാൽ കോഴി. ഇത് രണ്ടും അമ്മയുടെ അടുത്തുണ്ടാവും. മയൂരത്തിലാണ് സഞ്ചാരം, കോഴിയും ഉണ്ടാവും. ഈ 2 ഭാവത്തിൽ ഇരിക്കുന്നവൾ. മഹാശക്തിധരേ, മഹത്തായ ശക്തിയെ ധരിച്ചിരിക്കുന്നവൾ. ശക്തി എന്നാൽ വേല്. മുരുകന്റെ ആയുധം വേലാണെന്ന് നമുക്കൊക്കെ അറിയാം.
അപ്പോൾ മഹത്തായ വേലിനെ ധരിച്ചിരിക്കുന്നു കൗമാരി. അനഘേ, അഘമില്ലാത്തവളാണ്. അഘം എന്നാൽ പാപം, പാപമില്ലാത്തവൾ, പരിശുദ്ധയാണമ്മ. അതുപോലെ ആശ്രയിക്കുന്നവരുടെ പാപത്തെ ഇല്ലാതെയാക്കുന്നവളുമാണ്, അതുകൊണ്ട് അനഘ. അപ്പോ മയൂര കുക്കുട്ട വൃതേ മഹാശക്തിധരേ അനഘേ കൗമാരി രൂപ സംസ്ഥാനേ നാരായണീ നമോസ്തുതേ. അങ്ങനെയുള്ള നാരായണിക്ക് എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ. ഇവിടെ കുക്കുട്ടം, കോഴി അമ്മയുടെ അടുത്തുണ്ടാവുമെന്ന് പറഞ്ഞു. കോഴി പൊതുവെ എല്ലാവരെയും ഉണർത്തുന്ന ജീവിയാണ്. കോഴിയുടെ കൂകൽ കേട്ടിട്ടാണ് എല്ലാവരും പണ്ട് കാലത്ത് ഉണർന്നിരുന്നത്. അപ്പോൾ സൂര്യൻ ഉദിക്കാറായി എന്നത് അറിയിക്കും. അപ്പോൾ അതുപോലെ ലോകത്തെ മുഴുവൻ ഉണർത്തുന്നവൾ. അല്ലയോ ലോകരെ, ഈ ലോകം മായയാണ്, ഇതിനതീതമായ ഒരു സത്യമുണ്ട്, ആ സത്യത്തിലേക്ക് ഉണർന്നാലും എന്ന വാണി വേദമാണ്. ആ വേദമായി പ്രകടമായവളും അമ്മയാണ്. ആ വേദത്തെ ലോകത്തിന് നൽകിയത് അമ്മയാണ്. അതുകൊണ്ട് കുക്കുട്ടം അമ്മയുടെ അടുത്തുണ്ടെന്ന് പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ മയൂര കുക്കുട്ട വൃതേ മഹാശക്തിധരേ നഘേ കൗമാരി രൂപ സംസ്ഥാനേ നാരായണീ നമോസ്തുതേ. ഇനി മയൂരം എന്നുള്ളത് തന്നെ മയിലാണ്. മയില് സർപ്പത്തിന്റെ ശത്രുവാണ്. സർപ്പം രോഗത്തിൻ്റെയും അതുപോലെ അജ്ഞാനത്തിൻ്റെയും പ്രതീകമായി പറയപ്പെടാറുണ്ട്. അപ്പൊ രോഗത്തിന്റെ പ്രതീകമായി എടുത്താൽ രോഗത്തെ ഇല്ലാതെയാക്കുന്നവൾ, അതുകൊണ്ട് മയൂരത്തെ വാഹനമാക്കിയിരിക്കുന്നു. അജ്ഞാനമായി എടുത്താൽ അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നവൾ, അപ്പോൾ ജ്ഞാനത്തെ നൽകുന്നവൾ എന്നുള്ളത് കൊണ്ടും മയൂരത്തെ സൂചിപ്പിച്ചിരിക്കുന്നു. നേരത്തെ കുക്കുട്ടം എന്നുള്ളത് ജ്ഞാനത്തെ നൽകുന്നു ഉണർത്തുന്നു എന്ന ധ്വനി ഉള്ളത് കൊണ്ട് മയൂരം എന്നുള്ളത് രോഗത്തെ ഇല്ലാതെയാക്കുന്ന ഭാവം. അപ്പൊ ശരീരത്തിന് ദൃഢത നൽകുന്ന, കാരണം സ്കന്ദൻ ബലമൂർത്തിയാണ്. അപ്പൊ സ്കന്ദന്റെ ശക്തി അത്രയും ബലമുള്ളവളാണ്, അതുകൊണ്ട് ബലത്തെ പ്രദാനം ചെയ്യുന്നവളാണെന്ന അർത്ഥവും മയൂര കുക്കുട്ട വൃതേ എന്ന ശബ്ദത്തിൽ നിന്നും നമ്മൾ ഗ്രഹിക്കണം. അപ്പൊ അങ്ങനെ കൗമാരി സ്തുതി. മയൂര കുക്കുട്ട വൃതേ മഹാശക്തിധരേ നഘേ കൗമാരി രൂപ സംസ്ഥാനേ നാരായണീ നമോസ്തുതേ. അത് കഴിഞ്ഞ് വൈഷ്ണവി രൂപത്തെയാണ് ഇനി സ്തുതിക്കുന്നത്. ശംഖചക്ര ഗദാശാർംഗ ഗൃഹീത പരമായുധേ പ്രസീദ വൈഷ്ണവി രൂപേ നാരായണീ നമോസ്തുതേ. വിഷ്ണുവിന്റെ ശക്തിയായി പ്രകാശിക്കുന്നവളെ, അതാണ് വൈഷ്ണവി രൂപേ. ആ അമ്മ എന്തൊക്കെയാണ് ധരിച്ചിട്ടുള്ളത്? ശംഖ്, ചക്രം, ഗദ, ഷാർംഗം, ഇങ്ങനെയുള്ള പരമായുധങ്ങളെ ധരിച്ചിരിക്കുന്നവളാണ്. ഷാർംഗം ഭഗവാന്റെ വില്ലാണ്. അപ്പൊ ആ വില്ലിനെ ഭഗവതി ഇവിടെ ധരിച്ചിരിക്കുന്നു. കാരണം വിഷ്ണുവിന്റെ അടുത്ത് എന്തെല്ലാം ഉണ്ടോ ആ ഭാവത്തെ അമ്മ ധരിക്കണം. കാരണം വിഷ്ണുവിന്റെ ശക്തിയാണ്. അപ്പൊ വിഷ്ണുവിലൂടെ പ്രവഹിക്കുന്നത് നമുക്കൊരു രൂപത്തിൽ കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ശംഖചക്ര ഗദാശാർംഗ ഗൃഹീത പരമായുധേ. ചക്രം കാലചക്രമാണ്. നല്ല ദർശനത്തെ നൽകുന്നതാണ് സുദർശനം. നല്ല ദർശനം ആത്മദർശനമാണ്, അത് പ്രദാനം ചെയ്യുന്നത്. ശംഖ് പ്രണവധ്വനിയാണ്, നമ്മെ ഉണർത്തുന്നതാണ്. യോഗശാസ്ത്രത്തിൽ പറയുകയാണെങ്കിൽ കുണ്ടലിനിയെ ഉണർത്തുന്ന ധ്വനിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ശംഖ്, അതുപോലെ ചക്രം, പിന്നെയുള്ളത് ഗദയാണ്, നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുന്ന ആയുധമാണത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തി നമുക്ക് നല്ല ദർശനത്തെ നൽകി, അതായത് ഞാൻ ആ പരബ്രഹ്മ വസ്തുവാണെന്ന് മനസ്സിലാക്കി നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കി, ദേഹമാണ് മനസ്സാണ് ബുദ്ധിയാണെന്നുള്ള പരിമിതി ബോധത്തെ ഇല്ലാതെയാക്കി, അത് ഗദ. പിന്നെ ഷാർംഗം എന്ന വില്ല് നമ്മെ ആ പരമമായ സ്ഥാനത്തിലേക്ക്, അതായത് പൂർണ്ണമായി ഉപേക്ഷിച്ച് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന പ്രണവസ്വരൂപമായ വില്ലാണ് ഷാർംഗം. അപ്പോൾ അങ്ങനെ ഇത് മൂന്നും ധരിച്ചിരിക്കുന്നു. അപ്പൊ ഈ ധരിക്കുന്നതിന് സൂക്ഷ്മമായ അർത്ഥങ്ങൾ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ആ രൂപത്തെയും നമ്മൾ ആ അർത്ഥങ്ങളെയും രൂപം കാണുമ്പോൾ ധ്യാനിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് ശംഖചക്ര ഗദാശാർംഗ ഗൃഹീത പരമായുധേ, പരമമായ ഇത്തരം ആയുധങ്ങളെ ധരിച്ചിരിക്കുന്നവളെ പ്രസീദ വൈഷ്ണവീ രൂപേ, അങ്ങനെ വിഷ്ണുവിന്റെ മായയായി വിഷ്ണുവിന്റെ ശക്തിയായിരിക്കുന്നവളെ പ്രസീദ പ്രസാദിച്ചാലും നാരായണീ നമോസ്തുതേ. അല്ലയോ നാരായണി, നരന്മാർക്ക് ഏകാശ്രയമായിരിക്കുന്നവളെ നിനക്കു നമസ്കാരം ഭവിക്കട്ടെ. അതാണ് വൈഷ്ണവി സ്തുതി. ശംഖചക്ര ഗദാശാർംഗ ഗൃഹീത പരമായുധേ പ്രസീദ വൈഷ്ണവീ രൂപേ നാരായണീ നമോസ്തുതേ. അടുത്തതായി വാരാഹി രൂപത്തെയാണ് സ്തുതിക്കുന്നത്. ഗൃഹീതോഗ്ര മഹാചക്രേ ദംഷ്ട്രോദ്ധൃത വസുന്ധരേ വരാഹരൂപിണീ ശിവേ നാരായണീ നമോസ്തുതേ. ഗൃഹീത ഉഗ്ര മഹാചക്രേ, മഹത്തായ ചക്രത്തെ, സുദർശന ചക്രത്തെ, അതും ഉഗ്രമാണ്. അതിൻ്റെ തീക്ഷ്ണതയെ നമുക്ക് ഗ്രഹിക്കാൻ പോലും പറ്റില്ല. അത്രയും സഹിക്കാൻ പറ്റാത്ത താപമുള്ള, പ്രകാശമുള്ള, പ്രതാപമുള്ള ചക്രമാണ്. അതുകൊണ്ടാണ് ഉഗ്രമായ ചക്രം. അങ്ങനെ ഉഗ്രമായ മഹാചക്രത്തെ ഗ്രഹിച്ചിരിക്കുന്നവൾ, ധരിച്ചിരിക്കുന്നവളാണ് അമ്മ. അപ്പൊ കയ്യിൽ ഉഗ്രമായ ചക്രം പിടിച്ചിട്ടുണ്ട്. ദംഷ്ട്രോദ്ധൃത വസുന്ധരെ, തൻ്റെ ദംഷ്ട്രകളാൽ വസുന്ധരയെ, അതായത്
ഭൂമിയെ ഉദ്ധരിച്ച് നിൽക്കുകയാണ്, ധരിച്ചിരിക്കുകയാണ്. ഭൂമി ജലത്തിൽ ലയിച്ചു പോയ സമയത്ത്, താഴ്ന്ന ലോകങ്ങളിൽ പോയ സമയത്ത് അവിടുന്ന് അതിനെ ഉയർത്തി കൊണ്ടുവന്നവളാണ്. അപ്പോൾ ഭൂമിയെ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആശ്രയമാണ് ഭൂമി. ആ ആശ്രയം എന്ന് പറയുന്നതിനെ നമുക്ക് മൂലാധാരമായി കണക്കാക്കാം. അപ്പോൾ നമ്മുടെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന, അതായത് ശരീരമാണ് ലോകത്തിൽ കുടുങ്ങിയവനാണ് എന്നെല്ലാമുള്ള ബോധത്തെ അവിടെ നിന്നും ഉയർത്തുന്നവൾ എന്ന അർത്ഥത്തിൽ ദംഷ്ട്രോധൃത വസുന്ധരെ, തന്റെ തേറ്റപ്പല്ലുകൊണ്ട് ഭൂമിയെ ധരിച്ചിരിക്കുന്നവൾ, ഉയർത്തി നിർത്തിയിരിക്കുന്നവൾ, അങ്ങനെയുള്ള ചക്രം ധരിച്ചു നിൽക്കുന്ന വരാഹരൂപിണി, വരാഹത്തിന്റെ രൂപത്തിൽ. വരാഹം എന്നാൽ പന്നിയാണ്. പന്നിയുടെ ഭാവത്തിൽ വിഷ്ണു അവതരിച്ചു. ആ വിഷ്ണുവിന്റെ ശക്തിയും അമ്മ തന്നെയാണ്. അതുകൊണ്ട് വരാഹരൂപിണിയായി, ശിവയായി, പരിശുദ്ധയായി, മംഗളസ്വരൂപിണിയാണ് അമ്മ. കാരണം യജ്ഞസ്വരൂപമാണ് വരാഹം. യജ്ഞം എന്നാൽ സമർപ്പണമാണ്. ഇതെന്റേതല്ല എന്ന ബോധമാണ്. അപ്പൊ എല്ലാത്തിനെയും ഈശ്വരൻ്റെതാണെന്ന് മനസ്സിലാക്കുന്നതാണ് യജ്ഞം. അത് തന്നെയാണ് ഏറ്റവും പരിശുദ്ധമായ ബോധം. അതുകൊണ്ട് ആ ഭാവത്തിൽ ഇരിക്കുന്നവൾ ശിവേ നാരായണീ നമോസ്തുതേ. അങ്ങനെയുള്ള നാരായണി നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ, നീയാണ് നരന്മാർക്ക് ഏകാശ്രയം. അങ്ങനെ വരാഹരൂപ മന്ത്രം. ഗൃഹീതോഗ്ര മഹാചക്രേ ദംഷ്ട്രോധൃത വസുന്ധരേ വരാഹരൂപിണി ശിവേ നാരായണീ നമോസ്തുതേ. അടുത്തതായി നരസിംഹരൂപത്തെയാണ്. നൃസിംഹരൂപേണുഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണ സഹിതേ നാരായണീ നമോസ്തുതേ. നൃസിംഹ രൂപേണ ഉഗ്രേണ, ഉഗ്രമായ നൃസിംഹരൂപത്തെ ധരിച്ചുകൊണ്ട്. നൃ എന്നാൽ നരൻ, സിംഹം എന്നാൽ സിംഹം. അപ്പോൾ നരന്റെയും സിംഹത്തിന്റെയും ഭാവം ചേർന്ന് നിൽക്കുന്ന വിചിത്രമായ ഭാവത്തെ, അതും ഉഗ്രമായ ഭാവത്തെ. കാരണം സിംഹത്തിന് പൊതുവെ ഉഗ്രതയുണ്ട്, പക്ഷെ ഭഗവാനിൽ ആ ഉഗ്രത 10 മടങ്ങാണ്. അപ്പൊ അതുകൊണ്ട് ഉഗ്രമായ നൃസിംഹരൂപത്തെ ധരിച്ചുകൊണ്ട് ദൈത്യാൻ ഹന്തും കൃതോദ്യമേ, ദൈത്യന്മാരെ മുഴുവൻ ഹനിക്കാൻ തയ്യാറായി നിൽക്കുന്നവളെ. അമ്മയുടെ ഭാവം അതാണ്. കാരണം നരസിംഹ ശക്തി എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ ദൈത്യന്മാരെയും ഇല്ലാതെയാക്കാനുള്ള ശക്തിയാണ്. അപ്പൊ ദൈത്യോപദ്രവം അനുഭവിക്കുന്ന എല്ലാവരും ആശ്രയിക്കേണ്ട ശക്തിയാണ്. ദൈത്യന്മാരെന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശക്തികളായിട്ടും നമുക്ക് എടുക്കാം. നമുക്ക് ജീവിതത്തിൽ പല ക്ലേശങ്ങളും ഉണ്ടാക്കുന്ന സൂക്ഷ്മ ശക്തികളായിട്ടും എടുക്കാം. നമ്മുടെ ഉള്ളിൽ തന്നെ ദുഷ്ടവിചാരങ്ങൾ നമ്മെ പല കുഴപ്പത്തിലേക്കും ചാടിക്കും. അപ്പൊ ആ ദുഷ്ടവിചാരങ്ങൾ നമ്മുടെ അഹങ്കാരത്തെയും മമത്വത്തെയും ഇല്ലാതെയാക്കുന്ന, ആ കാരണം ദുഷ്ടവിചാരങ്ങളുടെ മുഴുവൻ ഉറവിടം അഹങ്കാരവും മമത്വവുമാണ്. അപ്പൊ അത് ഇല്ലാതെയാക്കാൻ കൃതോദ്യമേ, അത് ദൃഢപ്പെടുത്തി നിൽക്കുകയാണ്. അമ്മയെ വിളിച്ചാൽ ഉടനെ തന്നെ അത് ഇല്ലാതെയാക്കിയിരിക്കും. അത്രയും ഒരുക്കത്തോടു കൂടി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ത്രൈലോക്യ ത്രാണ സഹിതേ, 3 ലോകങ്ങൾക്കും പരിരക്ഷ നൽകാൻ തയ്യാറായിരിക്കുന്നവൾ, പരിരക്ഷ നൽകാൻ ശ്രദ്ധാലുവായിരിക്കുന്നവൾ. 3 ലോകങ്ങൾ എന്നാൽ ഭൂർഭുവർ സ്വഹ് എന്നർത്ഥമെടുക്കാം. അധോലോകം, മധ്യലോകം, ഉയർന്ന ലോകം എന്നർത്ഥമെടുക്കാം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നർത്ഥമെടുക്കാം. ശരീരം, മനസ്സ്, ബുദ്ധി എന്നർത്ഥമെടുക്കാം. ഇങ്ങനെ പലതരത്തിലും 3 ലോകത്തെ വ്യാഖ്യാനിക്കാം. ആ 3 ലോകത്തിനും രക്ഷയെ നൽകുന്നത് അമ്മയാണ്. സമസ്ത പ്രപഞ്ചത്തെയും വ്യാപിച്ചിരിക്കുന്ന ശക്തിയാണ്. ആ പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിക്കുന്നവളാണ്. അതുകൊണ്ട് 3 ലോകം എന്നുള്ളത് 3 ലോകം എന്ന പൂർണ്ണാർത്ഥത്തിലും എടുക്കാം. അങ്ങനെ ഇരിക്കുന്ന നൃസിംഹ രൂപയാണ് അമ്മ. അങ്ങനെയുള്ള നാരായണി നമോസ്തുതേ, അങ്ങനെയുള്ള നാരായണി നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. നമ്മുടെ ഉള്ളിലുള്ള ക്ഷുദ്രമായ ശക്തികളെ, അതുപോലെ പുറമേയുള്ള ക്ഷുദ്രമായ ശക്തികളെ മുഴുവൻ ഇല്ലാതെയാക്കാൻ ഈ ഭാവത്തെ ഉപാസിക്കുന്നത് വളരെ നല്ലതാണ്. ധൈര്യവും നമുക്ക് ലഭിക്കും, ഉത്സാഹവും നമുക്ക് ലഭിക്കും, യോഗവും നമുക്ക് ലഭിക്കും. ഇതെല്ലാം പ്രദാനം ചെയ്യുന്ന ഭാവമാണ് നൃസിംഹഭാവം. അതുകൊണ്ട് ഇവിടെ നൃസിംഹഭാവത്തെ സ്തുതിച്ചിരിക്കുന്നു. നൃസിംഹരൂപേണോഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണ സഹിതേ നാരായണീ നമോസ്തുതേ. അങ്ങനെയുള്ള നാരായണി നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഇനി അടുത്തത് ഐന്ദ്രി ഭാവത്തെയാണ്. ഇന്ദ്രാണി ഭാവത്തെയാണ് ഇവിടെ സ്തുതിക്കുന്നത്. കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃത്രപ്രാണഹരേ ചൈന്ദ്രി നാരായണീ നമോസ്തുതേ. അല്ലയോ ഇന്ദ്രന്റെ ശക്തിയായിരിക്കുന്നവളെ, കിരീടിനി, കിരീടം ധരിച്ചവളെ. ഇന്ദ്രന്റെ കിരീടം വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ കിരീടം ധരിച്ചിരിക്കുന്നു. കാരണം ഇന്ദ്രന്റെ ഭാവം എന്തോ ആ ഭാവത്തിൽ തന്നെയാണ് അമ്മ പ്രകടമാകുന്നത്. അപ്പൊ ഇന്ദ്രൻ തന്നെ അമ്മയുടെ ഭാവമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഓരോ ശക്തിയായും അമ്മയെ പറയുന്നത്. അപ്പൊ കിരീടം ധരിച്ചവൾ, കിരീടം ആ ശ്രേഷ്ഠതയെ കാണിക്കുന്നു. എല്ലാം ഭരിക്കുന്നവളാണ് എന്ന് കാണിക്കുന്നു.
അതുകൊണ്ട് കിരീടം ധരിച്ചിരിക്കുന്നു. മഹാവജ്രേ, വജ്രം എന്ന ആയുധത്തെ, മഹത്തായ ആയുധമാണ് വജ്രം, ആ വജ്രായുധത്തെ ധരിച്ചിരിക്കുന്നു. സഹസ്രനയനോജ്വലെ, ഉജ്ജ്വലമായ 1000 കണ്ണുകൾ ഉള്ളവൾ, എല്ലാം കാണുന്നവൾ എന്നർത്ഥമാണ് സഹസ്രനയന. സഹസ്രം എന്നാൽ അനന്തം എന്നാണ് അർത്ഥം. കൃത്യമായി 1000 എന്ന അർത്ഥം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അനന്തമായ കണ്ണുകൾ ഉള്ളവർ, കാരണം എല്ലാ കണ്ണുകളും അമ്മയുടേതാണ്. പുരുഷ സൂക്തത്തിൽ ഈ ഭാവം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ വിശ്വരൂപ ദർശനത്തിലും ഇത് പറയുന്നുണ്ട്. അപ്പൊ എല്ലാ കണ്ണുകളുമായും ഇരിക്കുന്നവൾ. പിന്നെ ഇന്ദ്രൻ 1000 കണ്ണുകൾ ഉണ്ടെന്ന ഭാവമുണ്ട്. അതും ഈ എല്ലാം കാണുന്നവനാണ്. കാരണം സുരേശ്വരനാണല്ലോ, സുരദേവനാണ്, സുരന്മാരുടെ രാജാവാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്നവനാണെന്ന ഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് സഹസ്രനയനനാണ് ഇന്ദ്രൻ. ആ ഭാവത്തിൽ അമ്മയും പ്രകാശിക്കുന്നു. വൃത്രപ്രാണഹരേ, വൃത്രന്റെ പ്രാണനെ ഹരിക്കുന്നവളെ. വൃത്രാസുര വധമാണ് ഇന്ദ്രന്റെ പ്രധാന കൃത്യം. വേദത്തിൽ ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്ന ഇന്ദ്രകൃത്യം വൃത്രവധമാണ്. അപ്പൊ ആ വൃത്രവധം ഇന്ദ്രന് ചെയ്യാൻ സാധിച്ചത് അമ്മയുടെ കരുണയെ കൊണ്ടാണ്. തന്റെ സ്വരൂപത്തെ മറയ്ക്കുന്ന ശക്തിയാണ് വൃത്രൻ എന്ന ഭാവത്തിൽ കാണുന്നത്. അപ്പൊ ആ സ്വരൂപത്തെ മറയ്ക്കുന്ന ഭാവത്തെ ഇല്ലാതെയാക്കുന്ന ഇന്ദ്രൻ, ആ ഭാവത്തെ ഇല്ലാതെയാക്കുന്ന ശക്തി അമ്മയായതുകൊണ്ട് ഇന്ദ്രാണിയാണ് അമ്മ, ഐന്ദ്രിയാണ് അമ്മ. നാരായണീ നമോസ്തുതേ, അങ്ങനെയുള്ള നാരായണി നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. അപ്പോൾ ഇന്ദ്രിയ സ്വഭാവത്തിൽ, ഐന്ദ്രീ ഭാവത്തിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. കിരീട്ടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃത്രപ്രാണഹരേ ചൈന്ദ്രി നാരായണീ നമോസ്തുതേ. ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കാൻ ഉപാസിക്കാൻ പറ്റിയ ഭാവമാണ് അത്. അത് കഴിഞ്ഞ് ശിവദൂതി സ്വരൂപേണ ഹതദൈത്യ മഹാബലേ ഘോരരൂപേ മഹാരാവേ നാരായണീ നമോസ്തുതേ. ശിവദൂതി സ്വരൂപേണ, ശിവനെ ദൂതനായി അയച്ചവളാണ് ശിവദൂതി. ചണ്ഡികാദേവിയാണ്. ദേവി മഹാത്മ്യ കഥയിൽ ഈ ഭാഗം വരുന്നുണ്ട്. പരമശിവൻ വന്നിട്ട് യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറയുന്ന സമയത്ത് ആ കൗശികി ദേവിയിൽ നിന്നും ചണ്ഡികാദേവി പ്രകടപ്പെട്ട് ശിവനോട് മറുപടി പറയുന്നു, അങ്ങ് ചെന്ന് അവരോട് പറയൂ യുദ്ധം അവസാനിപ്പിക്കാൻ, എന്നിട്ട് ദേവന്മാർക്ക് രാജ്യം തിരിച്ചു കൊടുക്കാം. അങ്ങനെ ദൂതിന് അയക്കുന്നത് ശിവനെയാണ്. അതുകൊണ്ട് ശിവദൂതി എന്ന ഭാവത്തിൽ ചണ്ഡികാദേവിയായി ഇരിക്കുന്നത് അമ്മയാണ്. ചണ്ഡികയായി പ്രകടമായത് അമ്മയാണ്. ഹതദൈത്യ മഹാബലേ, മഹാബലേ എന്ന് പറഞ്ഞാൽ വലിയ സൈന്യം. അപ്പോൾ ദൈത്യന്മാരുടെ വലിയ സൈന്യത്തെ ഇല്ലാതെയാക്കിയവളെ. രക്തബീജനെയൊക്കെ വധിക്കുന്നത് അമ്മയാണ്. അപ്പോൾ ഹതദൈത്യ മഹാബലേ എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ഇനി ദൈത്യന്മാരുടെ മഹത്തായ ബലം എന്ന്, സൈന്യം എന്നല്ലാതെ അവരുടെ ഉള്ളിലുള്ള ബലം എന്ന അർത്ഥമെടുത്താലും ആ ബലത്തെ ഇല്ലാതെയാക്കുന്ന, അതായത് ആസുരിക ശക്തിയെ ഇല്ലാതെയാക്കുന്നവളാണ്, നശിപ്പിക്കുന്നവളാണ്. അങ്ങനെയുള്ള ഘോരരൂപേ, ഘോരമായ രൂപമാണ്, ഭയാനകമായ രൂപമാണ്. അമ്മയുടെ രൂപത്തെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. കാരണം പരിമിതമായ ബോധത്തിൽ നിൽക്കുന്ന നമുക്ക് അപരിമിതമായ ചൈതന്യത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് അമ്മയെ ഘോരരൂപ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഘോരഭാവവും അമ്മ തന്നെയാണ്. കാരണം സർവവ്യാപിയാണ്, സർവസ്വരൂപിയാണ്. അപ്പൊ ആ ഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ടും ഘോരരൂപയാണ്. മഹാരാവേ, മഹത്തായി അട്ടഹസിക്കുന്നവൾ. അമ്മയുടെ അട്ടഹാസം തന്നെ ശത്രുക്കളെ നശിപ്പിക്കുന്നു. അത്രയും പവിത്രമായ അട്ടഹാസമാണ് അമ്മയ്ക്കുള്ളത്. അപ്പൊ അങ്ങനെ ശബ്ദിക്കുന്നവൾ, അങ്ങനെ അട്ടഹസിക്കുന്നവൾ മഹാരാവേ നാരായണീ നമോസ്തുതേ. അങ്ങനെയുള്ള നാരായണി നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ശിവദൂതി സ്വരൂപേണ ഹതദൈത്യ മഹാബലേ ഘോരരൂപേ മഹാരാവേ നാരായണീ നമോസ്തുതേ. ക്ഷുദ്രമായ ശക്തികളുടെ അപഹാരം നമുക്കുണ്ടാകുന്ന സമയത്ത് അതിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ, അതിൽ നിന്നും ഉണ്ടാകുന്ന ഭയത്തിൽ നിന്നും രക്ഷ നേടണമെങ്കിലൊക്കെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ശിവദൂതി സ്വരൂപേണ ഹതദൈത്യ മഹാബലേ ഘോരരൂപേ മഹാരാവേ നാരായണീ നമോസ്തുതേ. അടുത്തതായി ചാമുണ്ഡാ ഭാവത്തെയാണ് സ്തുതിക്കുന്നത്. ദംഷ്ട്രാകരാലവദനെ ശിരോമാലാ വിഭൂഷണേ ചാമുണ്ഡേ മുണ്ടമഥനെ നാരായണീ നമോസ്തുതേ. ദംഷ്ട്രാകരാലവദനെ, ദംഷ്ട്രകളാൽ, കൂർത്ത പല്ലുകളാൽ ഭയാനകമായ മുഖത്തോടു കൂടിയവൾ, അതാണ് ദംഷ്ട്രാകരാലവദനെ. അമ്മയ്ക്ക് ദംഷ്ട്രകളുണ്ട്, നീണ്ട ദംഷ്ട്രകളുണ്ടെന്ന് ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കണം. ശിരോമാലാ വിഭൂഷണേ, ശത്രുക്കളുടെ ശിരസിന്റെ മാലയെയാണ് ധരിച്ചിട്ടുള്ളത്. മുണ്ടമാല എന്ന് പറയും. ആ ശിരോമാല ആ മാലയെ ധരിച്ചിരിക്കുന്ന വലിയ ദംഷ്ട്രകളോടുകൂടി അതിഭയാനകമായ മുഖത്തോടു കൂടിയിരിക്കുന്ന ചാമുണ്ടേ മുണ്ടമഥനെ, മുണ്ടൻ എന്ന അസുരനെ ഇല്ലാതെയാക്കിയവൾ. മുണ്ടനെയും ചണ്ടനെയും, ചണ്ടമുണ്ടന്മാരെ വധിച്ചതുകൊണ്ടാണ് അമ്മയ്ക്ക് ചാമുണ്ട എന്ന പേര് കിട്ടിയതെന്ന് ദേവി മഹാത്മ്യം പറയുന്നു. അപ്പോൾ ചണ്ടനെയും മുണ്ടനെയും വധിച്ച ചാമുണ്ടേ നാരായണീ നമോസ്തുതേ.
അല്ലയോ നാരായണി, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ദംഷ്ട്രാകരാലവദനെ ശിരോമാല വിഭൂഷണേ ചാമുണ്ടേ മുണ്ടമഥനെ നാരായണീ നമോസ്തുതേ. അടുത്തതായി ഐശ്വര്യത്തിന് വേണ്ടിയുള്ള മന്ത്രമാണ്. ലക്ഷ്മി ഉപാസനയാണ്. ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടി സ്വധേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണീ നമോസ്തുതേ. ലക്ഷ്മി ഐശ്വര്യ സ്വരൂപിണി, ഐശ്വര്യം തന്നെ മൂർത്തിമത് ഭാവമായിരുന്നാൽ അത് ലക്ഷ്മി. ലജ്ജയുള്ളവളാണ് അമ്മ. ലജ്ജ എന്നാൽ എന്താണ്? തെറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന വികാരമാണ്. അപ്പൊ ലജ്ജയുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാതിരിക്കുന്നവൾ, സദാ ശരി ചെയ്യാൻ ജാഗരൂകയായിരിക്കുന്നവൾ, അതുകൊണ്ട് ലജ്ജ എന്ന് വിളിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാം ഉള്ളിൽ ലജ്ജയെ ജനിപ്പിക്കുന്നതും അമ്മയാണ്. തെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് തെറ്റാണെന്ന ബോധമുണ്ടാക്കി, ഇത് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന വിചാരമുണ്ടാക്കി അതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്ന ശക്തിയായതുകൊണ്ട് ലജ്ജ എന്നിവിടെ വിളിച്ചിരിക്കുന്നു. മഹാവിദ്യേ, ദശമഹാവിദ്യകളായി പ്രകാശിക്കുന്നവൾ എന്നർത്ഥത്തിൽ മഹാവിദ്യ എന്നർത്ഥമെടുക്കാം. വിദ്യാശബ്ദത്തിന് അറിവ് എന്ന അർത്ഥമെടുത്താൽ ഏറ്റവും വലിയ വിദ്യയായിരിക്കുന്നവൾ. ഏറ്റവും വലിയ വിദ്യ ആത്മവിദ്യ തന്നെയാണ്. അവനവനെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. അപ്പോൾ ആ ആത്മജ്ഞാന സ്വരൂപിണി ആയിരിക്കുന്നവൾ മഹാവിദ്യേ. ശ്രദ്ധാസ്വരൂപിണി ആയിരിക്കുന്നവൾ. ഏതൊരു പ്രവൃത്തിയും മംഗളമായി ചെയ്യണമെങ്കിൽ, വ്യക്തമായി ചെയ്യണമെങ്കിൽ ശ്രദ്ധയുണ്ടാവണം. അപ്പൊ ശ്രദ്ധയുണ്ടെങ്കിൽ കർമ്മം നന്നാവും. കർമ്മം നന്നായാൽ ഐശ്വര്യം ലഭിക്കും. അതുകൊണ്ട് ലക്ഷ്മി ദേവി ശ്രദ്ധാസ്വരൂപത്തിലും വസിക്കുന്നു. പുഷ്ടി, നമ്മുടെ എല്ലാം ഉള്ളിൽ പുഷ്ടിയായി വർത്തിക്കുന്നതും അമ്മയാണ്. പോഷണത്തെ നൽകുന്നത് അമ്മയാണ്. ആ പോഷണം ലഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പുഷ്ടിയും അമ്മ തന്നെയാണ്. അപ്പൊ ഇവിടെ പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം പുഷ്ടിയെ കാണുന്നുവോ അതെല്ലാം ലക്ഷ്മിയാണെന്ന് കരുതി നമസ്കരിക്കണം. സ്വധ എന്നതിന് തന്നിഷ്ടം എന്നർത്ഥം. അതായത് താൻ എങ്ങനെ ഇച്ഛിക്കുന്നുവോ അങ്ങനെ വർത്തിക്കുന്നുവോ. അമ്മയുടെ ഇച്ഛയെ ആർക്കും എതിർക്കാൻ പറ്റില്ല. ഇനി സ്വധ എന്നുള്ളത് ദക്ഷന്റെ ഒരു പുത്രിയുമാണ്. അതായത് പിതൃക്കളുടെ പത്നിയാണ്. അപ്പൊ ആ ഭാവത്തിൽ ഇരിക്കുന്നവൾ എന്ന അർത്ഥത്തിലും വേണമെങ്കിൽ സ്വധ എന്ന് പറയാം. പക്ഷെ ഇവിടെ ലക്ഷ്മി സ്തുതി ആയതുകൊണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കുന്നവൾ. അമ്മയുടെ ഇച്ഛയെ എതിർക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് സ്വധ. ധ്രുവമാണ്, ഉറച്ചതാണ്, ഇളക്കമില്ലാത്തതാണ്. സാധാരണയായി നമ്മുടെ ലോകത്തിലെല്ലാം നമ്മൾ ഐശ്വര്യം കാണുമ്പോൾ അത് ഇളകിക്കൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് നമുക്ക് നഷ്ടമായി പോകും. എന്നാൽ അത് വിഷ്ണുവിന്റെ അടുത്ത് ഇളകാതെ ഇരിക്കുന്നു. വിഷ്ണു എന്നാൽ ആത്മബോധമാണ്. അപ്പോൾ ആത്മബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ലക്ഷ്മി ഇളകാതെ ഇരിക്കും. ആ ഐശ്വര്യം നമുക്ക് സ്ഥായിയായി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ബോധത്തെ പ്രദാനം ചെയ്യുന്നവളായതുകൊണ്ട് മഹാവിദ്യയാണെന്ന് പറഞ്ഞത്. അപ്പൊ ആ ബോധത്തെ പ്രദാനം ചെയ്യുന്നത് കൊണ്ട് സദാ ലക്ഷ്മിയായി ഐശ്വര്യമായി നമ്മുടെ കൂടെ ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയും അവിടെയുണ്ട്. അതുകൊണ്ട് ധ്രുവേ. മഹാരാത്രി, രാത്രി എന്നാൽ അവ്യക്തം. നമുക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്തതാണ് രാത്രി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവ്യക്തമൂർത്തിയായിരിക്കുന്നവൾ മഹാരാത്രി. മഹാമായേ, മായാസ്വരൂപിണിയായിരിക്കുന്നവൾ. പലതുണ്ടെന്നുള്ള തോന്നലാണ് മായ. അളക്കാൻ പറ്റുന്നതാണ് മായ. അപ്പൊ ദേശകാലങ്ങളിൽ പരിമിതമാക്കപ്പെടുന്നതെല്ലാം മായയുടെ കഴിവാണ്. ദേശവും കാലവും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അളക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാം അളക്കുന്ന ദേശകാലങ്ങളായി പ്രകാശിക്കുന്നവൾ മഹാമായ. അപ്പൊ ആ മഹാമായ നാരായണീ നമോസ്തുതേ. അങ്ങനെയുള്ള നാരായണി, നരന്മാർക്ക് ഏകാശ്രയമായിരിക്കുന്നവളെ നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ലക്ഷ്മി ദേവിയുടെ ഉപാസനാ മന്ത്രമാണിത്. വളരെ ശക്തമായ മന്ത്രമാണ്. ഇത് ജപിച്ചാൽ ഇതിൽ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമുക്ക് ലഭിക്കും. കാരണം ഇത് ധ്യാനിക്കുമ്പോൾ തന്നെ അമ്മ ഉള്ളിൽ ആവിർഭവിക്കുമ്പോൾ ആ ഗുണങ്ങളോട് കൂടിയാണ് ആവിർഭവിക്കുക. അങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്. അപ്പൊ ആ ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അതായത് നമുക്ക് ഐശ്വര്യം ഉണ്ടാവും, ലജ്ജയുണ്ടാകും. അതായത് ധർമ്മവിചാരം, എപ്പോഴും ധർമ്മം ചെയ്യണമെന്ന വിചാരമുണ്ടാവും. ആത്മജ്ഞാനം, മഹാവിദ്യ, ആത്മജ്ഞാനം ഉണ്ടാവും. ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധയുണ്ടാകും, പുഷ്ടിയുണ്ടാകും. ശരീരത്തിന്, മനസ്സിനും പുഷ്ടിയുണ്ടാകും. അതുപോലെ എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യാൻ പറ്റും, അത് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് സ്വധ. അതുപോലെ നേടിയതെല്ലാം സ്ഥിരമായിരിക്കും, ശാശ്വതമായിരിക്കും. അതുകൊണ്ട് ധ്രുവ. അതുപോലെ അവ്യക്തമായതിനെയും നമ്മൾ അറിയും. അതുകൊണ്ട് മഹാരാത്രി. അപ്പൊ നമ്മൾ ലോകത്തിൽ സദാ മുഴുകി കഴിയില്ല. ലോകത്തിലാണെങ്കിൽ പോലും ഞാൻ ആരെന്ന ബോധം നമുക്കുണ്ടാകും. മഹാമായ. ഈ വൈവിധ്യത്തെ പൂർണ്ണമായി നമുക്ക് പ്രകാശിച്ചുകൊണ്ട് സന്തോഷത്തെ അമ്മ പ്രദാനം ചെയ്യും. അതുകൊണ്ട് മഹാമായ നാരായണി, നമ്മുടെ ഏകാശ്രയമായി നമ്മുടെ വഴിയായി വർത്തിക്കുന്നവളും നാരായണി. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. അപ്പൊ ലക്ഷ്മിക്ക് വേണ്ടി
ജീവിതത്തിൽ ഐശ്വര്യം നേടാൻ വേണ്ടി ഉപാസിക്കേണ്ട ഭാവമാണ്, മന്ത്രമാണിത്. ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടി സ്വധേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണീ നമോസ്തുതേ. അത് കഴിഞ്ഞ് അടുത്തതായി സരസ്വതി ഭാവത്തെയാണ്, വിദ്യാഭാവത്തെയാണ് സ്തുതിക്കുന്നത്. മേധേ സരസ്വതി വരേ ഭൂതി ബാഭ്രവി താമസി നിയതേ ത്വം പ്രസീദേശേ നാരായണീ നമോസ്തുതേ. മേധേ, മേധ, ബുദ്ധിയാണ് മേധ, അറിയാനുള്ള ശക്തിയാണ് മേധ. നമ്മുടെ ഉള്ളിൽ മേധയുള്ളത് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ ആ മേധയായി നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നവളാണ് അമ്മ, സരസ്വതിയാണ്. സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നവൾ എന്നർത്ഥത്തിൽ സരസ്വതി. അറിവ് സദാ ഒഴുകിക്കൊണ്ടിരിക്കണം. അറിവ് ഒരു ഭാഗത്ത് കെട്ടിക്കിടക്കാൻ പാടില്ല. അറിവിൻ്റെ സ്വരൂപം ഒഴുകുകയാണ്. ഒരാൾ അറിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് അറിവ്. അതുകൊണ്ട് സരസ്വതി ഭാവത്തിലാണ് അറിവിനെ സദാ ഉപാസിക്കുന്നത്. അപ്പം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നവൾ, അപ്പം അതായത് മേധസ്സായി എൻ്റെ ഉള്ളിൽ പ്രകാശിച്ച് അറിവിനെ എനിക്ക് പ്രദാനം ചെയ്ത് എന്നിലൂടെ അറിവായി ലോകത്തിലേക്ക് ഒഴുകുക എന്ന പ്രാർത്ഥന അവിടെയുണ്ട്. വരെ ശ്രേഷ്ഠമായവളാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് അറിവ് തന്നെയാണ്. അറിവുണ്ടെങ്കിൽ ബാക്കി എല്ലാ ശ്രേഷ്ഠതയും നമുക്ക് സ്വാഭാവികമായി സമ്പാദിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠയായവൾ വരയാണ് അമ്മ, ഭൂതിയാണ്, ഐശ്വര്യമാണ്. കാരണം വിദ്യയുണ്ടെങ്കിൽ എല്ലാ വിഭൂതികളും നമുക്ക് സമ്പാദിക്കാൻ പറ്റും. ബാക്കിയെല്ലാം യശസ്സും കീർത്തിയും ഒക്കെ നമുക്ക് വിദ്യയിൽ നിന്നും ലഭിക്കും. അതുകൊണ്ട് ഭൂതിയായിരിക്കുന്നവൾ അമ്മയാണ്. ബാഭ്രവിയാണ്. ബഭ്രു എന്നാൽ അരുണനിറം എന്നാണ് അർത്ഥം. അപ്പോൾ ബാഭ്രവി എന്നാൽ അരുണനിറമുള്ളവൾ, അരുണവർണ്ണത്തോട് കൂടിയവൾ. താമസിയാണ്. താമസി എന്നാൽ അവ്യക്തമായവൾ. മഹാവിദ്യ, അതായത് മഹാലക്ഷ്മിയെയും അവ്യക്തം എന്ന് പറഞ്ഞു, വ്യക്തമായി കാണാൻ പറ്റില്ല. സരസ്വതിയുടെയും സ്വരൂപം അതാണ്. നമ്മൾ വിദ്യയായും ലക്ഷ്മിയായും ഒക്കെ ഉപാസിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇത് അവ്യക്തമൂർത്തി തന്നെയാണെന്ന ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് താമസി എന്ന് വിളിച്ചിരിക്കുന്നു. നിയതേ, ഭാഗ്യസ്വരൂപിണിയാണ് അമ്മ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം വിദ്യ തന്നെയാണ്. അറിവുണ്ടാകുന്നതും അറിയാനുള്ള ശേഷി ഉണ്ടാകുന്നതുമാണ്, അതിലൊരു താല്പര്യം ഉണ്ടാകുന്നതുമാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യമുണ്ടെങ്കിൽ ഈ ലോകത്തിലും നമുക്ക് നന്നായി ജീവിക്കാം. ഇതിനെ തരണം ചെയ്ത ആത്മസാക്ഷാത്കാരവും നമുക്ക് നേടാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അറിവിനെ മഹാഭാഗ്യമായി, ഏറ്റവും വലിയ ഭാഗ്യമായി വിശേഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിയതേ എന്നിവിടെ വിളിച്ചിരിക്കുന്നത്. ത്വം പ്രസീദ ഈശേ, അല്ലയോ ഈശ്വരി, എല്ലാം ഭരിക്കുന്നവളായിരിക്കുന്നവളെ നീ പ്രസാദിച്ചാലും നാരായണീ നമോസ്തുതേ, അങ്ങനെയിരിക്കുന്ന നാരായണി നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. അപ്പോൾ ജീവിതത്തിൽ ബുദ്ധി ശക്തിയെ വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നല്ല വിദ്യയെ ആർജിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആ വിദ്യ ലോകത്തിലേക്ക് പ്രവഹിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഉപാസിക്കേണ്ട മന്ത്രമാണ് ഇത്. മേധേ സരസ്വതി വരേ ഭൂതി ബാഭ്രവി താമസി നിയതേ ത്വം പ്രസീദേശേ നാരായണീ നമോസ്തുതേ. അത് കഴിഞ്ഞ് പറയുന്നു, സർവസ്വരൂപേ സർവേഷേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. അഭയം നേടാനുള്ള മന്ത്രമാണിത്. ജീവിതത്തിൽ എപ്പോഴെല്ലാം ഭയം നമ്മളെ കീഴ്പ്പെടുത്തുന്നു, ആ സമയത്ത് ഭയത്തിൽ നിന്നും രക്ഷ വേണമെങ്കിൽ ഈ ഭാവത്തെ, ഈ മന്ത്രത്തെ ഉപാസിച്ചാൽ മതി. സർവസ്വരൂപേ, നീ എല്ലാവരുടെയും സ്വരൂപയാണ്, എല്ലാവരുടെയും ആത്മാവായി വർത്തിക്കുന്നത് നീയാണ്. ഉള്ളതെല്ലാം നിന്റെ സ്വരൂപം തന്നെയാണ്. അതായത് വിശ്വം തന്നെ നിന്റെ സ്വരൂപമാണ്. അപ്പൊ സർവത്തെയും നീയായി കാണുന്നു, സർവത്തിലും നിന്നെ കാണുന്നു. അതുകൊണ്ട് സർവസ്വരൂപേ സർവേഷേ, സർവത്തിനും ഈശയായിരിക്കുന്നവർ, എല്ലാം ഭരിക്കുന്നത് നീയാണ്. ഇവിടെ എന്തെങ്കിലും ഒന്ന് ചലിക്കുന്നുണ്ടോ, ആ ചലനം ശക്തി കൊണ്ടാണ്. ശക്തിയില്ലെങ്കിൽ ശിവനെ സ്പന്ദിക്കാൻ പോലും പറ്റില്ല എന്ന് സൗന്ദര്യ ലഹരിയുടെ തുടക്കത്തിൽ ശങ്കരാചാര്യർ പറയുന്നുണ്ട്. ശക്തിയാണ് സ്പന്ദനം. അപ്പൊ ഈ ലോകത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമെങ്കിൽ ശക്തി വേണം. അതുകൊണ്ട് എല്ലാം ഭരിക്കുന്നവൾ, എല്ലാത്തിനും ഈശ്വരിയായിരിക്കുന്നവൾ അമ്മയാണ്. സർവേഷേ എന്നിവിടെ വിളിച്ചിരിക്കുന്നു. സർവശക്തി സമന്വിതേ, എല്ലാ ശക്തിയോടും ഒത്തവൾ. ദേവി മഹാത്മ്യത്തിൽ ഇത് നമ്മൾ വീണ്ടും വീണ്ടും കാണുന്ന കാര്യമാണ്. ഓരോരുത്തരുടെയും ഉള്ളിൽ സൂക്ഷ്മമായിരിക്കുന്ന ശക്തി രൂപമെടുത്ത് പുറത്തേക്ക് വരുന്നതും ആ ഭാവത്തിൽ അവിടെ പ്രകടമാകുന്നതും എല്ലാം ലയിച്ചൊന്നായിരിക്കുന്നതും ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ശുംഭനിശുംഭ വധ സമയത്തൊക്കെ എല്ലാ ശക്തികളും പലതായി നിൽക്കുകയാണ്. മാതൃക്കളും ഇതെല്ലാം അവസാനം ഒന്നായി ഏകഭാവത്തിൽ, പരാശക്തി ഭാവത്തിൽ, ദുർഗാഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ശക്തി ഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് സർവശക്തി സമന്വിതേ, എല്ലാ ശക്തിയുടെയും ഉറവിടം നീയാണ്. അതെല്ലാം ചേർന്നിരിക്കുന്നത് നിന്നിലാണ്.
അതായത് നീ തന്നെയാണ് ശക്തി. ശക്തി എന്ന് വിളിക്കുന്നത് അമ്മേ നിന്നെ തന്നെയാണ്. ഭയേഭ്യസ്ത്രാഹിനോ, ഭയത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും. ഞാൻ പറഞ്ഞു അഭയം നൽകുന്ന മന്ത്രമാണ്. അപ്പോൾ ഭയത്തിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേവി പ്രകാശസ്വരൂപിണി ദുർഗേ. പ്രാപ്യമല്ലാത്തവളാണ് ദുർഗ, ഏറ്റവും സൂക്ഷ്മമായവളാണ്, ബുദ്ധിക്കും അപ്പുറമാണ്. അതുകൊണ്ട് നമ്മുടെ ഉപകരണങ്ങളെ കൊണ്ട് ഒരിക്കലും നമുക്ക് അമ്മയെ അറിയാൻ സാധിക്കില്ല. നമ്മൾ ഇവിടെ അറിയുന്നതെല്ലാം ശരീര മനോബുദ്ധിയുടെ തലത്തിലാണ്, അത് അപൂർണമാണ്. എന്നിരുന്നാലും പൂർണ്ണതയാണ് നീ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നിന്നെ ഈ ഭാവത്തിലൊക്കെ സ്തുതിക്കുന്നത്. പല രൂപത്തിലും പല നാമത്തിലും സ്തുതിക്കുന്നത് എൻ്റെ പരിമിതി കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഭക്തൻ സ്വയം ഓർമ്മിക്കുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് ദുർഗെ എന്ന് വിളിക്കുന്നത്. വാസ്തവത്തിൽ ഇതിനെല്ലാം അപ്പുറം നിൽക്കുന്നവളാണ് നീ, അത് ഞാൻ അറിയുന്നു. പക്ഷെ എനിക്ക് ഈ പരിമിതിയേ ഉള്ളൂ, അതുകൊണ്ട് ഇതിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കുന്നു. അതുകൊണ്ട് ദുർഗേ ദേവി നമോസ്തുതേ. ആദ്യം ദേവി എന്ന് വിളിച്ചത് പ്രകാശസ്വരൂപിണി എന്നും രണ്ടാമത് ദേവി എന്ന് വിളിച്ചത് ക്രീഡിക്കുന്നവൾ എന്ന അർത്ഥത്തിലും. കാരണം ഈ ലോകം അമ്മയുടെ ക്രീഡാങ്കണമാണ്, ഇവിടെ അമ്മ സദാ ക്രീഡിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ദേവി നമോസ്തുതേ, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. സർവസ്വരൂപേ സർവേഷേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. എല്ലാ ഭയത്തിൽ നിന്നും മോചനം നേടാൻ ഈ മന്ത്രം അത്യുത്തമമാണ്. എന്ത് തരം ഭയമാണെങ്കിലും, ബാഹ്യമോ ആന്തരികമായ എന്ത് ഭയമാണെങ്കിലും ശാശ്വതമായ മോചനം നൽകാൻ ഈ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് അമ്മയുടെ ഈ ഭാവത്തെ ഉള്ളിൽ പ്രകടമാക്കിയാൽ മതി, ഉറപ്പായും അഭയം ലഭിച്ചിരിക്കും. അത് കഴിഞ്ഞു പറയുന്നു, ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതു നഃ സർവഭൂതേഭ്യഃ കാത്യായനീ നമോസ്തുതേ. കാത്യായന മുനിയുടെ ആശ്രമത്തിൽ പ്രകടമായവളാണ് കാത്യായനി. ചില കഥകളിൽ അമ്മ ആ എല്ലാ ശക്തികളും കൂടി സമന്വയിച്ച് ഏകഭാവത്തെ പ്രാപിക്കുന്നത് കാത്യായന മുനിയുടെ ആശ്രമത്തിലാണ്. അതുകൊണ്ട് അമ്മയെ കാത്യായനി എന്ന് പുരാണങ്ങൾ വിളിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള അമ്മയ്ക്കാണ് ഇവിടെ നമസ്കാരം പറയുന്നത്. ഏതത്തേ വദനം സൗമ്യം ലോചനത്രയ ഭൂഷിതം. നിന്റെ സൗമ്യമായ ഈ വദനം, ഈ മുഖം, അതിൽ 3 കണ്ണുകളുണ്ട്. 3 കണ്ണുകൾ നേരത്തെ പറഞ്ഞു, 3 ഭാവത്തെയും കാണുന്നവളാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. പുറമേയുള്ള ലോകം, മനസ്സിന്റെ ലോകം, ഒന്നുമില്ല എന്ന ഭാവം, അത് 3മാണ് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഇത് 3ഉം കാണുന്നവളായതുകൊണ്ട് 3 കണ്ണമ്മയ്ക്കുണ്ട്. അപ്പൊ അങ്ങനെ 3 കണ്ണുകളോടുകൂടി സൗമ്യയായി, നേരത്തെ ഘോരം ഭയാനകം എന്നൊക്കെയുള്ള ഭാവത്തിൽ വിളിച്ചു, ഇവിടെ സൗമ്യമായ ഭാവത്തിലാണ് വിളിക്കുന്നത്. കാരണം ആ രൂപം ചിന്തിച്ചാൽ തന്നെ മനസ്സ് ശാന്തമാകും, പരമാനന്ദം അനുഭവിക്കും. അത്രയും സൗമ്യമായ മുഖത്തോടു കൂടിയ 3 കണ്ണുകളോട് കൂടിയ നിന്റെ ഈ മുഖം, നിന്റെ ഈ വദനം, സർവഭൂതേഭ്യ നഃ പാതു, എല്ലാ ഭൂതങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും. എല്ലാ ഭൂതങ്ങളും, ഭൂതശബ്ദത്തിന് ഉണ്ടായതെന്നാണ് അർത്ഥം. അപ്പൊ ഉണ്ടായതെല്ലാം, എല്ലാ ജീവജാലങ്ങളും ഭൂതങ്ങളാണ്. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷയെ നൽകിയാലും എന്നിവിടെ സർവഭൂതേഭ്യ ശബ്ദത്തിന് അർത്ഥം വന്നു. ഇനി ഭൂതഗണങ്ങൾ എന്ന അർത്ഥം എടുത്താലും ആ ഭൂതഗണങ്ങളിൽ നിന്നും, സൂക്ഷ്മമായ ശക്തികളാണത്, അതിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷയെ നൽകിയാലും എന്ന അർത്ഥവും എടുക്കാം. കാത്യായനി നമോസ്തുതേ, അതിനായിക്കൊണ്ടല്ലയോ കാത്യായനി നിനക്ക് നമസ്കാരത്തെ സമർപ്പിക്കുന്നു. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിൽ നിന്നുമുള്ള ഉപദ്രവത്തെ ശമിപ്പിക്കാൻ പറ്റിയ മന്ത്രമാണ് ഇത്. ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതു നഃ സർവഭൂതേഭ്യഃ കാത്യായനീ നമോസ്തുതേ. അതിജീവിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് ഈ മന്ത്രത്തെ സ്മരിക്കുന്നത്, ഈ ഭാവത്തെ സ്മരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമുക്കതിനെ അതിജീവിക്കാൻ പറ്റും, അതിനെ തരണം ചെയ്യാൻ പറ്റും. അതിനുള്ള ശക്തി അമ്മ നൽകും. അടുത്തതായി പറയുന്നു, ജ്വാലാകരാലമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാതു നോ ഭീതേ ഭദ്രകാളീ നമോസ്തുതേ. ഇവിടെ ഭദ്രകാളിയെയാണ് വിളിക്കുന്നത്. ആ അമ്മയുടെ ത്രിശൂലത്തിൽ നിന്നുമുള്ള രക്ഷയാണ് ഇവിടെ ചോദിക്കുന്നത്. ആ അമ്മയുടെ ത്രിശൂലം എനിക്ക് രക്ഷയെ നൽകട്ടെ. എങ്ങനെയുള്ള ത്രിശൂലമാണ്? ജ്വാലാകരാലം. കരാലം എന്നാൽ ഭയാനകം. അപ്പൊ ജ്വാലകളാൽ അതിഭയാനകമായിരിക്കുന്ന ത്രിശൂലമാണ്. അഗ്നിജ്വാല ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ത്രിശൂലത്തിൽ. അതൊന്ന് കാണാൻ പോലും നമുക്ക് പറ്റില്ല, തൊടാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാണാൻ പോലും പറ്റാത്ത വിധം ഭയാനകമായിരിക്കുന്ന ജ്വാലകളോടൊത്ത അത്യുഗ്രമായതാണ്. അതിന്റെ ശക്തിയെ എതിർക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അതുകൊണ്ട് ഉഗ്രം, അത്യുഗ്രം.
അശേഷാസുരസൂദനം, എല്ലാ അസുരന്മാരെയും ഇല്ലാതെയാക്കുന്ന, നശിപ്പിക്കുന്ന, അതിന് ശക്തിയുള്ള ത്രിശൂലമാണ്. അതാണ് ജ്വാലാകരാലം അത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം നഃ പാതു, ഞങ്ങളെ രക്ഷിക്കട്ടെ. എവിടെ നിന്ന്? ഭീതേർ, ഭയത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കട്ടെ. അല്ലയോ ഭദ്രകാളി, നിന്റെ കയ്യിലുള്ള ത്രിശൂലം ഞങ്ങളെ എല്ലാ ഭയത്തിൽ നിന്നും രക്ഷിക്കട്ടെ. അതിനായിക്കൊണ്ട് നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. നമോസ്തുതേ. കാളി എന്നാൽ കാലസ്വരൂപിണി എന്നാണ് അർത്ഥം. സമയപ്രവാഹമാണ് കാളി. എന്നാൽ ആ കാളി, ആ സമയപ്രവാഹം പലപ്പോഴും നമുക്ക് ഭയത്തെയാണ് ഉണ്ടാക്കുന്നത്. കാരണം സമയമാണ് വാസ്തവത്തിൽ ജനനവും മരണവും ഉണ്ടാക്കുന്നത്. രോഗമുണ്ടാക്കുന്നതും സമയപ്രവാഹമാണ്. ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം സമയപ്രവാഹമാണ്. അതുകൊണ്ട് അത് ഭയാനകമാണ്. എന്നാൽ ആ കാളിയെ ഇവിടെ ഭദ്രകാളി എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഭദ്രം എന്നാൽ മംഗളം. അപ്പൊ സമയത്തെ മംഗളമാക്കുന്നവൾ എന്നും മംഗളമായ കാലപ്രവാഹമായി പ്രകടമാകുന്നവൾ എന്നും ഭദ്രകാളി എന്ന ശബ്ദത്തിന് അർത്ഥമെടുക്കാം. കാളി ശബ്ദത്തിന് കറുത്തത്, അവ്യക്തമായത് എന്ന അർത്ഥവുമുണ്ട്. ഇവിടെ കാലസ്വരൂപിണിയായ അമ്മ, അതും ഭദ്രമായ കാലസ്വരൂപിണി, അതായത് സമയദോഷത്തെ എല്ലാം ഇല്ലാതെയാക്കി ഭദ്രതയെ നൽകുന്നവളാണ് ഭദ്രകാളി. അങ്ങനെയുള്ള അമ്മയോട് അമ്മയുടെ ജ്വാലാകരാലം അത്യുഗ്രം അശേഷാസുര സൂദനമായ ത്രിശൂലത്തിൽ നിന്നും ഭയത്തിൽ നിന്നുമുള്ള രക്ഷ ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നു. ഭയമില്ലാതെയാക്കാനായിട്ട് ആ ത്രിശൂലത്തെ ഉപയോഗിച്ചാലും അല്ലയോ ഭദ്രകാളി എന്നാണ് ഇവിടെ പറയുന്നത്. അതിനായിക്കൊണ്ട് ഭദ്രകാളിക്ക് നമസ്കാരം. അപ്പൊ അഭയത്തിന് പറ്റിയ മന്ത്രം തന്നെയാണ്. കാലദോഷങ്ങൾ ഇല്ലാതെയാക്കാൻ പറ്റിയ മന്ത്രമാണ്. കാലത്തിന്റെ ദോഷം കൊണ്ട് പല ദുഃഖങ്ങളും മനുഷ്യർ അനുഭവിക്കാറുണ്ട്. അപ്പൊ അതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല എന്ന സന്ദർഭം വരുമ്പോൾ ഈ ഭാവത്തെ ഉപാസിക്കുന്നത് നല്ലതാണ്. ജ്വാലാകരാലമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാതു നോ ഭീതേർ ഭദ്രകാളീ നമോസ്തുതേ. അത് കഴിഞ്ഞ് പറയുന്നു, ഹിനസ്തി ദൈത്യ തേജാംസി സ്വനേനാപൂര്യ യാജഗത് സാ ഘണ്ടാ പാതു നോ ദേവി പാപേഭ്യോ നഃ സുതാനിവ. ഇവിടെ അമ്മയുടെ മണിനാദത്തിൽ നിന്നുമുള്ള സംരക്ഷണമാണ് ആവശ്യപ്പെടുന്നത്. അതായത് മണിനാദം എനിക്ക് സംരക്ഷണം നൽകണം. എങ്ങനെയാണ്? ദൈത്യ തേജാംസി ഹിനസ്തി, ദൈത്യന്മാരുടെ തേജസ്സിനെ ഇല്ലാതെയാക്കുന്നതാണ് ആ മണിനാദം. ജഗത് ആപൂര്യ സ്വനേന, തൻ്റെ ശബ്ദത്താൽ ജഗത്തിനെ മുഴുവൻ വ്യാപിപ്പിക്കുന്നു, നിറയ്ക്കുന്നു. അതായത് സാധാരണ മണിനാദമല്ല, ആ മണിനാദം ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അത് നാദബ്രഹ്മം തന്നെയാണ് അത് എന്ന ധ്വനി ഇവിടെയുണ്ട്. അപ്പോൾ ഹിനസ്തി ദൈത്യ തേജാംസി സ്വനേനാപൂര്യ യാജകത്, അമ്മ ആ മണിനാദം മുഴക്കുമ്പോൾ അത് ലോകം മുഴുവൻ വ്യാപിച്ച് അവിടെയുള്ള എല്ലാ ദൈത്യന്മാരെയും ഇല്ലാതെയാക്കുന്നു. അത്രയും ശക്തിയുള്ള മണിനാദമാണ്. സാ ഘണ്ടാ പാതു നോ ദേവി പാപേഭ്യോ നഃ സുതാനിവ. ഞങ്ങളെ എല്ലാ പാപത്തിൽ നിന്നും ആ ഘണ്ട, ആ മണി രക്ഷിക്കട്ടെ. എല്ലാ പാപത്തിൽ നിന്നും രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പാപവാസനകളെ ഇല്ലാതെയാക്കുക. പാപവാസനകൾ ഇല്ലാതെയായാൽ നമ്മൾ പാപം ചെയ്യില്ല. അപ്പൊ പാപം ചെയ്യുന്നത് തന്നെ ഇല്ലാതെയാക്കി, ചെയ്ത പാപങ്ങൾക്കുള്ള ഫലത്തെയും ഇല്ലാതെയാക്കി നമ്മളെ പരിശുദ്ധയാക്കുന്നവനാണ്. അപ്പൊ പാപപരിഹാരത്തിന് പറ്റിയ ഭാവമാണ് ഇവിടെ. സുതാനിവ, മക്കളെ അമ്മ ഏതുപോലെ രക്ഷിക്കുമോ അതുപോലെ ഞങ്ങളെ രക്ഷിച്ചാലും എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അമ്മ മക്കളെ രക്ഷിക്കുന്നത്, ഞങ്ങളെ അമ്മയുടെ മക്കളായി തന്നെ കാണണം എന്ന് ദേവന്മാർ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് അമ്മ മാത്രമേ ആശ്രയമായുള്ളൂ. അപ്പൊ മക്കൾ അവിവേകമൊക്കെ ചെയ്യും. മക്കളുടെ പാപങ്ങളെയെല്ലാം അവിവേകമായി കണ്ട് ആ പാപത്തെ ഇല്ലാതെയാക്കിയാലും ആ പാപത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചാലും എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. സാഘണ്ടാ പാതു നോ ദേവി പാപേഭ്യോ നഃ സുതാനിവ. അപ്പൊ പാപക്ഷയം വരുത്താനായിട്ട്, പാപം മേലിൽ ചെയ്യാതിരിക്കാനായിട്ടും ഈ മന്ത്രത്തെ ഉപാസിക്കാം. ഹിനസ്തി ദൈത്യ തേജാംസി സ്വനേനാപൂര്യ യാജഗത് സാഘണ്ടാ പാതു നോ ദേവി പാപേഭ്യോ നഃ സുതാനിവ. അടുത്തതായി അസുരാസ്രഗ്വാസ പങ്കചർച്ചിതസ്തേ കരോജ്വല ശുഭായ ഖഡ്ഗോ ഭവതു ചണ്ഡികേ ത്വാം നതാവയം. ഇവിടെ ഖഡ്ഗത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഖഡ്ഗം, വാള്. എങ്ങനെയുള്ള വാളാണ്? അസുരാ സൃഗ്വസാം പങ്കചർച്ചിതസ്തേ. അസുരന്മാരുടെ അസൃക്ക് എന്ന് പറഞ്ഞാൽ രക്തം, വസ എന്ന് പറഞ്ഞാൽ കൊഴുപ്പ്. അപ്പോൾ അസുരന്മാരുടെ രക്തവും കൊഴുപ്പും പറ്റിയിട്ടുള്ള വാളാണ്. അതുകൊണ്ട് ചർച്ചിതയാണ്, അതുകൊണ്ട് ഇങ്ങനെ പുരട്ടിയിട്ടുണ്ട് അതിൽ. കാരണം അസുര നിഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വാളാണ്, സദാ അസുരന്മാരെ നിഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വാളാണ്. അപ്പൊ അതുകൊണ്ട് അസുരാസൃഗ്വാസ പങ്കചർച്ചിതസ്തേ കരോജ്വല,
തൻ്റെ കരത്തിൽ ഉജ്ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, കരത്തിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, കയ്യിൽ ധരിച്ചിരിക്കുകയാണ് ആ വാളിനെ. അതിൽ അസുരന്മാരുടെ രക്തവും കൊഴുപ്പും കാണാൻ പറ്റുന്നുണ്ട്, അത് പുരണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അസുര നിഗ്രഹം നടത്തിയിരിക്കുന്ന ഭാവത്തിലിരിക്കുന്ന, കയ്യിൽ ധരിച്ചിരിക്കുന്ന ആ വാളിനോട് ശുഭായ ഭവതു ഖഡ്ഗോ, അല്ലയോ ചണ്ഡികേ, ആ വാള് ഞങ്ങൾക്ക് ശുഭമായി ഭവിക്കട്ടെ, ഞങ്ങളുടെ ശുഭത്തിനായി അത് ഭവിക്കട്ടെ. അതായത് ആ വാള് ഞങ്ങളുടെ നേർക്ക് തിരിയാതിരിക്കട്ടെ എന്ന അഭ്യർത്ഥന ഇവിടെയുണ്ട്. ആ വാൾ ആരുടെ നേർക്കാണ് തിരിയുന്നത്? അസുരന്മാരുടെ നേർക്കാണ്. അപ്പൊ ആസുരികത ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കി ഞങ്ങളെ സുരന്മാരാക്കിയാലും നല്ലവരാക്കിയാലും, അങ്ങനെ നല്ലവരാക്കി ഞങ്ങൾക്ക് രക്ഷ നൽകിക്കൊണ്ട് ആ ആസുരിക ശക്തിയെ ഉള്ളിൽ നിന്നും ഇല്ലാതെയാക്കിയാലും പുറത്തുള്ള അസുരന്മാരെയും ഇല്ലാതെയാക്കിയാലും, അങ്ങനെയുള്ള ചണ്ഡികയെ ത്വാം നതാവയം, ഞങ്ങൾ അമ്മയെ നമിക്കുന്നു, സാഷ്ടാംഗം വീണ് പ്രണമിക്കുന്നു ഞങ്ങൾ അമ്മയെ. കാരണം അമ്മ മാത്രമേ ഞങ്ങൾക്ക് ശരണമുള്ളൂ. അസുരാസ്രഗ്വസാ പങ്കചർച്ചിതസ്തേ കരോജ്വല ശുഭായ ഖഡ്ഗോ ഭവതു ചണ്ഡികേ ത്വാം നതാവയം. നമ്മുടെ ഉള്ളിലുള്ള ആസുരകൈതയിൽ നിന്നുമുള്ള മോചനമാണ് ആ മന്ത്രം നൽകുന്നത്. അതിനായിക്കൊണ്ട് ഉപാസിക്കാൻ പറ്റിയ മന്ത്രമാണ്. രോഗാനശേഷാനപഹംസി തുഷ്ട രുഷ്ടാ തു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാനാം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി. തുഷ്ട, അമ്മ സന്തോഷിച്ചാൽ, പ്രസാദിച്ചാൽ. ഈ സ്തുതിയിൽ നമ്മൾ വീണ്ടും വീണ്ടും അമ്മയുടെ പ്രസാദത്തിന് വേണ്ടിയാണ് യാചിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം അമ്മ തുഷ്ടയാണെങ്കിൽ, അമ്മ പ്രസാദിച്ചിരിക്കുകയാണെങ്കിൽ, രോഗാൻ അശേഷാൻ അപഹംസി, അമ്മ തുഷ്ടയായിരിക്കുന്ന സമയത്ത് അശേഷാൻ രോഗാൻ, നമ്മുടെ എല്ലാ രോഗങ്ങളെയും അമ്മ അപഹരിക്കും, ഇല്ലാതെയാക്കും, നശിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ തുഷ്ടിയെ നമ്മൾ സമ്പാദിക്കണം. പിന്നെ നമുക്ക് ഒരു രോഗവും, അത് ശരീരത്തിനുള്ള രോഗമാണെങ്കിലും മനസ്സിനുള്ള രോഗമാണെങ്കിലും പിന്നെ ബാധിക്കില്ല. അത് പൂർണ്ണമായി അത് ഇല്ലാതെയാകും. എന്നാൽ രുഷ്ടാതു, അമ്മ ദേഷ്യപ്പെട്ടാലോ കോപിച്ചാലോ, സന്തോഷിക്കുകയാണെങ്കിൽ എല്ലാ രോഗങ്ങളെയും ഇല്ലാതെയാക്കും. എന്നാൽ കോപിച്ചാലോ കാമാൻ സകലാൻ അഭീഷ്ടാൻ അപഹംസി, നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും അമ്മ ഇല്ലാതെയാക്കും. നമ്മൾ ആഗ്രഹിച്ച് നേടാൻ ശ്രമിക്കുന്ന കർമ്മങ്ങൾ വിഫലമായി പോകും. അഥവാ നേടിയിട്ടുണ്ടെങ്കിൽ ആ നേടിയ വസ്തുക്കൾ നമുക്ക് നഷ്ടമായി പോകും. അപ്പൊ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സുഖവും ദുഃഖവും നേടുന്നത് അമ്മയുടെ കൃപ കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ടാവണമെന്നാണ് ഇവിടെ ദേവന്മാര് സൂചിപ്പിക്കുന്നത്. കാരണം നല്ലത് വരുമ്പോൾ അമ്മ സന്തോഷിച്ചിരിക്കുകയാണെന്നും ചീത്തത് വരുമ്പോൾ അമ്മ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തുകൊണ്ട് സന്തോഷിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടിരിക്കുന്നു എന്ന് വിചിന്തനം ചെയ്താൽ നല്ലത് എന്തോ ചെയ്യുമ്പോഴാണ് നല്ലത് വരുന്നത്, ദുഷ്ടമായത് എന്തോ ചെയ്യുമ്പോഴാണ് ദുഷ്ടതകൾ വരുന്നത്. അപ്പൊ നമ്മുടെ ചെയ്തിയെ തിരുത്താനുള്ള ഒരു ഉപദേശമായിട്ടും ഈ മന്ത്രത്തെ കാണാം. പിന്നെ അമ്മയുടെ മഹിമ പറയാണ്. അമ്മ ദേഷ്യപ്പെട്ടാൽ പിന്നെ നമ്മളെ രക്ഷിക്കാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് അമ്മ സദാ നമ്മിൽ പ്രസാദിച്ചിരിക്കണം എന്ന യാചനയും അവിടെയുണ്ട്. അപ്പൊ രോഗാനശേഷാൻ അപഹംസി തുഷ്ട രുഷ്ടാ തു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാം ആശ്രിതാനാം ന വിപന്നരാനാം. ആശ്രിതാനാം നരാനാം ത്വാം, അമ്മയെ ആശ്രയിച്ചിട്ടുള്ള നരന്മാർക്ക് ന വിപത്ത്, പിന്നെ ഒരിക്കലും വിപത്തുണ്ടാവില്ല, ആപത്തുകൾ ഒരിക്കലും അവരെ ബാധിക്കില്ല. അതായത് എല്ലാ വിപത്തിൽ നിന്നും എല്ലാ ആപത്തിൽ നിന്നും നമ്മൾ രക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മയെ ആശ്രയിച്ചാൽ മതി. കാരണം അമ്മയെ ആശ്രയിച്ചാൽ എല്ലാ വിപത്തിൽ നിന്നും ശാശ്വതമായ മുക്തി അമ്മ പ്രദാനം ചെയ്യും. ത്വാം ആശ്രിതാ ഹി ആശ്രയതാം പ്രയാന്തി. മാത്രമല്ല അമ്മയെ ആശ്രയിക്കുന്നവർ മറ്റുള്ളവർക്ക് ആശ്രയത്തെ നൽകാനുള്ള പ്രാപ്തിയെയും നേടുന്നു. ഈ ലോകത്തിൽ പല ആൾക്കാരും മഹാന്മാരായിട്ട് നമ്മൾ കാണുന്നു. അവര് ലോകത്തിൽ പലർക്കും ആശ്രയം നൽകുന്നു. വാസ്തവത്തിൽ അവർക്ക് ആ ശക്തി കിട്ടുന്നത് അമ്മയുടെ പ്രസാദത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ അമ്മയെ ശരണം പ്രാപിച്ചാൽ നമുക്ക് നിത്യമായ ശരണം ലഭിക്കും എന്നുള്ളതും ഉറപ്പാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് ആശ്രയം നൽകാനുള്ള ശക്തിയും ഉണ്ടാകും. അത്രയും ശ്രേഷ്ഠമായ തലം അമ്മ നമുക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള തലം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയും ഇവിടെയുണ്ട്. രോഗാനശേഷാൻ അപഹംസി തുഷ്ട രുഷ്ടാ തു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാനാം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി. അല്ലയോ അമ്മേ, അമ്മയുടെ കോപത്തിന് ഞാൻ പാത്രമാവാതിരിക്കട്ടെ. അപ്പൊ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും.
അതുപോലെ അമ്മയുടെ സന്തോഷം സദാ എന്നിൽ ഉണ്ടാവട്ടെ, സദാ അമ്മ എന്നിൽ പ്രസാദിച്ചിരിക്കട്ടെ. അപ്പോൾ എനിക്ക് ഒരു രോഗവും ബാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നിത്യമായ ആശ്രയം എനിക്കുണ്ടാകും. ആ ഭാവത്തിൽ എനിക്ക് മറ്റുള്ളവരെ പോലും സഹായിക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന ധ്വനി ഈ മന്ത്രത്തിലുണ്ട്. അത് കഴിഞ്ഞു പറയുന്നു, ഏതത് കൃതം യത് കഥനം ത്വയാദ്യ ധർമ്മദ്വിഷാം ദേവി മഹാസുരാനാം രൂപൈരനേകൈർ ബഹുധാത്മമൂർത്തിം കൃത്വാംബികേ തത് പ്രകരോതി കാന്യ. അമ്മയുടെ മഹിമയെ വീണ്ടും വ്യക്തമാക്കുകയാണ്. ഏതത് കൃതം യത് മഹാസുരാനാം കഥനം ത്വയാ അദ്യ, ത്വയാ അമ്മയാൽ, അദ്യ ഇപ്പോൾ, യത് മഹാസുരാനാം കഥനം, കഥനം എന്നാൽ വധം, മഹാസുരന്മാരുടെ വധം, ഏതത് കൃതം ഇപ്പോൾ ചെയ്യപ്പെട്ടിട്ടുള്ള യാതൊരു വധമാണ്. കാരണം ശുംഭൻ നിശുംഭൻ തുടങ്ങിയ എല്ലാ അസുരന്മാരെയും വധിച്ച് ഏകഭാവത്തിൽ പ്രകാശിക്കുന്ന പരാശക്തിയെയാണ് ഇവിടെ സ്തുതിക്കുന്നത്. ദേവി മഹാത്മ്യത്തിന്റെ അവസാന ഭാഗത്താണ് ഈ സ്തുതി വരുന്നത്. അപ്പൊ അങ്ങനെ സ്തുതിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ അസുരന്മാരെയൊക്കെ വധിച്ച്, എങ്ങനെയുള്ള അസുരന്മാരാണ്? ധർമ്മദ്വിഷാം, ധർമ്മത്തെ ദ്വേഷിക്കുന്നവരാണ്, അധർമ്മികളാണ്. ധർമ്മത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന, ധർമ്മത്തിന്റെ താളത്തെ തെറ്റിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും അസുരന്മാരാണ്. അത് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ പുറമെ എവിടെയുള്ളവരാണെന്നല്ല, നമ്മുടെ ലോകത്തിൽ തന്നെ അസുരന്മാർ ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അസുരന്മാരെ, അങ്ങനെയുള്ള അനേകായിരം അസുരന്മാരെ വധിച്ചുകൊണ്ടുള്ള ഈ ഒരു ചെയ്തി എങ്ങനെയാണ് ചെയ്തത്? രൂപൈർ അനേകൈർ ബഹുധാത്മമൂർത്തി കൃത്വ, ചെയ്തിട്ട്, എങ്ങനെ ചെയ്തിട്ട്? തൻ്റെ സ്വരൂപത്തെ പലതാക്കി, ബഹുധാ ആത്മമൂർത്തി, തൻ്റെ സ്വരൂപത്തെ പലതാക്കി, പല ദേവി ഭാവങ്ങളിൽ പ്രകടമായി അനേക രൂപങ്ങളിൽ നിന്നുകൊണ്ട് അസുരവധം ഇപ്പോൾ അമ്മ ചെയ്തു. അങ്ങനെ ചെയ്തത് തത് കാ അന്യ പ്രകരോതി, മറ്റു ഏതൊരുവളാണ് ചെയ്യുക? ഇത് അമ്മയ്ക്ക് മാത്രമേ പറ്റൂ. അമ്മയല്ലാതെ മറ്റൊരാൾക്കും ഈ പ്രപഞ്ചത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അതായത് ഏകം അദ്വിതീയമായിരിക്കുന്ന ശക്തിയാണ് അമ്മ, പരബ്രഹ്മസ്വരൂപിണിയാണ്. ആ അമ്മ തന്നെ ഇതാ പലതായിരിക്കുന്നു, അതാണ് വിശ്വം. ഇങ്ങനെ പലതായി ക്രീഡിക്കുന്നതും അമ്മയാണ്. ആ പലതിനെയും തന്നിലേക്ക് ലയിപ്പിച്ച് ഒന്നായിരിക്കുന്നതും നീയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭാവം, ആ മഹിമ നിനക്ക് ഉള്ളത് കൊണ്ടാണ് നിനക്ക് ഇവിടെ അസുരന്മാരെ ഇത്രയും ഭാവത്തിൽ വന്ന് വധിക്കാൻ പറ്റിയത്. ഇത് നിനക്ക് മാത്രമേ സാധിക്കൂ. കാരണം ഈ പ്രപഞ്ചത്തിൽ ഇത്തരം ശക്തിയുടെ എല്ലാം ഉറവിടം നീ തന്നെയാണ്. നീ മഹാശക്തിയാണ്, പരാശക്തിയാണ്. അതുകൊണ്ടാണ് നിനക്കിത് ചെയ്യാൻ സാധിച്ചതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഏതത് കൃതം യത് കഥനം ത്വയാദ്യ ധർമ്മദ്വിഷാം ദേവി മഹാസുരാനാം രൂപൈരനൈകൈർ ബഹുധാത്മമൂർത്തിം കൃത്വാംബികേ തത് പ്രകരോതി കാന്യ. ഇത് നിനക്കല്ലാതെ മറ്റൊരുവൾക്കും സാധിക്കില്ല. അടുത്തതായി പറയുന്നു, വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേഷു ആദ്യേഷു വാക്യേഷു ച കാത്വധന്യ മമത്വഗർത്തേ അതിമഹാന്ധകാരേ വിഭ്രാമയത്യേതദീവ വിശ്വം. ഈ വിശ്വത്തെ, ഈ സമസ്ത ജഗത്തിനെയും വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേഷു, വിവേകത്തെ പ്രദാനം ചെയ്യുന്ന, വിദ്യയെ ശാസിക്കുന്ന ശാസ്ത്രങ്ങളിലുള്ള ആദ്യേഷു വാക്യേഷു, ആദ്യ വാക്യങ്ങളായിട്ടുള്ള, വിദ്യ എന്ന് പറയുന്നത് ആത്മജ്ഞാനത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യന് വിവേകത്തെ പ്രദാനം ചെയ്യുന്ന, വിവേകമാകുന്ന ദീപത്തെ ദീപമായി ജ്വലിക്കുന്നത്. വിവേകം എന്താണ്? ശാശ്വതമായത് എന്തെന്നും ശാശ്വതമല്ലാത്തത് എന്തെന്നും വേർതിരിച്ചറിയാനുള്ള ബോധം. താൻ ആരാണെന്നും തന്നിൽ നിന്ന് അന്യമായത് എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കാനുള്ള ബോധം, അതാണ് വിവേകം. അങ്ങനെയുള്ള വിവേകമാകുന്ന വിദ്യയെ, ആ വിവേകം നേടാനുള്ള വിദ്യയെ പ്രദാനം ചെയ്യുന്ന ശാസ്ത്രങ്ങളായ ആദ്യമായ വാക്യേഷു, ആദ്യവാക്യം എന്ന് പറയുമ്പോൾ വേദം തന്നെ. അപ്പൊ വേദം നൽകുന്നത് ഈ ആത്മജ്ഞാനമാണ്. അപ്പൊ അങ്ങനെയുള്ള വേദങ്ങളിൽ ചിലർ രമിക്കുന്നു, അതിൽ ചിലർ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിക്കൊണ്ട് ആ ആത്മജ്ഞാനത്തിനായിട്ട് പരിശ്രമിക്കുന്നു. എന്നാൽ മറ്റു ചിലർ മമത്വഗർത്തേ അതിമഹാന്ധകാരേ, മമത്വമാകുന്ന ഗർത്തത്തിൽ, അതിമഹാന്ധകാരമായ ഗർത്തത്തിൽ, ഇരുട്ടിന്റെ പരിപൂർണത. കാരണം ഇരുട്ട് അജ്ഞാനമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ജ്ഞാനത്തിൽ മുങ്ങി ചിലർ ജീവിക്കുന്നു, മറുഭാഗത്ത് അജ്ഞാനത്തിൽ മുങ്ങി ചിലർ ജീവിക്കുന്നു. അവര് ഞാൻ എന്നും എന്റേതെന്നും എന്ന സങ്കുചിത ബോധത്തിൽ കുടുങ്ങിപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് മമത്വഗർത്തേ അതിമഹാന്ധകാരേ എന്ന്. ഇങ്ങനെ രണ്ടിലും ആൾക്കാരെ വിഭ്രാമയതി, കറക്കുന്നവൾ, അതീവമായി കറക്കുന്നവൾ, ത്വദന്യാക, നീ അല്ലാതെ മറ്റാരാണ്? ലോകത്തിന് വിദ്യയെ പ്രദാനം ചെയ്യുന്നതും നീയാണ്, അവിദ്യയെ പ്രദാനം ചെയ്യുന്നതും നീയാണ്.
അപ്പൊ അജ്ഞാനികൾ അജ്ഞാനത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതും അമ്മയുടെ ഇച്ഛയാണ്, അമ്മയുടെ ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ജ്ഞാനികൾ ജ്ഞാനം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതും അമ്മയുടെ ഇച്ഛയാണ്. അപ്പൊ അജ്ഞാനികളോട് പുച്ഛമോ ജ്ഞാനികൾക്ക് അഹങ്കാരമോ ഉണ്ടാവാൻ പാടില്ല. കാരണം അവർക്ക് ജ്ഞാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ കരുണ കൊണ്ട് ലഭിച്ചതാണ്. മറ്റുള്ളവർക്ക് അത് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് അമ്മയുടെ ഇച്ഛ കൊണ്ടാണ്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവില്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ വിദ്യ നൽകുന്നതും അമ്മയാണ്, അവിദ്യ നൽകുന്നതും അമ്മയാണ്. ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് നൽകി അവരെ അവിടെ നിലനിർത്തുന്ന ശക്തി അമ്മയാണ്. അമ്മയല്ലാതെ മറ്റാരാണിത് ചെയ്യുക? മറ്റാർക്കും ഇത് സാധിക്കില്ല. വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേഷ്വാദ്യേഷു വാക്യേഷു ച കാത്വധന്യ മമത്വഗർത്തേതി മഹാന്ധകാരേ വിഭ്രാമയത്യേതദതീവ വിശ്വം. അടുത്തതായി പറയുന്നു, രക്ഷാംസി യത്രോഗ്ര വിശാശ്ച നാഗ, രക്ഷാംസി യത്രോഗ്ര വിശാശ്ച നാഗ യത്രാരയോ ദസ്യുബലാനി യത്ര ദാവാനലോ യത്ര തഥാബ്ദി മധ്യേ തത്ര സ്ഥിതാ ത്വം പരിപാസി വിശ്വം. ത്വം വിശ്വം പരിപാസി. അമ്മ വിശ്വത്തെ രക്ഷിക്കുന്നു. എവിടെയെല്ലാം? എല്ലായിടത്തും രക്ഷിക്കുന്നു. സാധാരണ ആൾക്കാർ വളരെ സുരക്ഷിതമായ സ്ഥലത്ത് മാത്രമേ രക്ഷ നൽകുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല. അമ്മ എത്ര ദുർഘടമായ സ്ഥലത്താണെങ്കിലും അവിടെ വന്ന് രക്ഷ നൽകും. അത്രയും വലിയ രക്ഷയാണ്, അത്രയും ഭക്തരോട് വാത്സല്യമാണ് അമ്മയ്ക്കുള്ളത്. അതുകൊണ്ട് രക്ഷാംസി, എത്ര രക്ഷാംസി, എവിടെയാണോ രക്ഷസ്സുകൾ ഉള്ളത്, അതിഭയാനകരമായ സ്ഥലമായിരിക്കും എവിടെ, അവിടെ വന്ന് അമ്മ രക്ഷ നൽകും. എത്ര ഉഗ്രവിശാശ്ച നാഗ, ഉഗ്രവിഷങ്ങളുള്ള നാഗങ്ങൾ എവിടെയുണ്ടോ അവിടെ വന്ന് അമ്മ രക്ഷ നൽകും. യത്ര അരയോ ദസ്യുബലാനി യത്ര, അരികൾ എവിടെയുണ്ടോ, ശത്രുക്കൾ എവിടെയുണ്ടോ അവിടെ വന്ന് അമ്മ രക്ഷ നൽകും. ദസ്യുബലാനി, ദസ്യുബലം എന്ന് പറഞ്ഞാൽ കൊള്ളസംഘമാണ്. ദസ്യു എന്ന് പറഞ്ഞാൽ കള്ളന്മാരാണ്. അപ്പൊ കൊള്ളക്കാരെവിടെയുണ്ടോ അവിടെ വന്ന് അമ്മ രക്ഷ നൽകും. ദാവാനലോ യത്ര, പ്രളയാഗ്നി, എല്ലാം ഇല്ലാതെയാക്കുന്ന അഗ്നി, ആ അഗ്നി എവിടെയുണ്ടോ, തഥാബ്ധി മധ്യേ, അതുപോലെ കടലിന്റെ നടുവിൽ. അപ്പൊ അഗ്നിബാധ ഏറ്റെടുക്കുന്ന സമയത്തും കടലിന്റെ മധ്യത്തിലും അമ്മ വന്ന് രക്ഷയെ നൽകുന്നു. തത്ര സ്ഥിതാത്വം പരിപാസി വിശ്വം. അതായത് എല്ലാ ഭാവത്തിലുമുള്ള രക്ഷ അമ്മയിൽ നിന്നും ലഭിക്കും. രക്ഷസുകളിൽ നിന്നും രക്ഷ ലഭിക്കും, ഉഗ്രവിഷമുള്ള നാഗങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും, അരികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷ ലഭിക്കും, ദസ്യുക്കളിൽ നിന്നും അതായത് കള്ളന്മാരിൽ നിന്നും രക്ഷ ലഭിക്കും, ദാവാനലത്തിൽ നിന്നും അഗ്നിയിൽ നിന്നും രക്ഷ ലഭിക്കും, അതുപോലെ അബ്ധി മധ്യേ അതായത് സമുദ്രത്തിൽ നിന്നും ജലത്തിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കും. അങ്ങനെ എല്ലാ രക്ഷയും പ്രദാനം ചെയ്യുന്നത് അമ്മ തന്നെയാണ്. അപ്പൊ എല്ലാ രക്ഷയും നൽകുന്ന മന്ത്രമാണിത്. രക്ഷാംസി യത്രോഗ്ര വിശാശ്ച നാഗ യത്രാരയോ ദസ്യുബലാനി യത്ര ദാവാനലോ യത്ര തഥാബ്ധി മധ്യേ തത്ര സ്ഥിതാ ത്വം പരിപാസി വിശ്വം. ഇവിടെ ദസ്യുബലാനി എന്ന് പറയുമ്പോൾ നമ്മുടേതല്ലാത്തത് നമ്മുടെ ആക്കാൻ നോക്കുന്ന ആൾക്കാരാണ് കള്ളന്മാർ. അപ്പൊ അങ്ങനെ തൻ്റെ പക്കലുള്ള, താൻ ആർജിച്ചിട്ടുള്ള, തനിക്ക് അർഹതപ്പെട്ടതുള്ള തന്നിൽ നിന്നും ആരെങ്കിലും അപഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമത്തെ അമ്മ ഇല്ലാതെ ആക്കുമെന്ന ധ്വനി അവിടെ ദസ്യുബലാനി യത്ര എന്ന പ്രയോഗത്തിലുണ്ട്. അപ്പൊ നമുക്ക് അർഹതപ്പെട്ടത് സദാ നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും. അതൊരാൾക്കും തട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല, അത് അമ്മ അനുവദിക്കില്ല. അമ്മയുടെ ഭക്തരുടെ ജീവിതം സുനിശ്ചിതമായിരിക്കും, സുദൃഢമായിരിക്കും എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞു പറയുന്നു, വിശ്വേശ്വരി ത്വം പരിപാസി വിശ്വം വിശ്വാത്മിക ധാരയസീഹ വിശ്വം വിശ്വേശവന്ധ്യ ഭവതി ഭവന്തി വിശ്വാശ്രയായേ ത്വയി ഭക്തി നമ്രാ. വിശ്വേശ്വരി, വിശ്വത്തിന് ഈശ്വരിയായിരിക്കുന്നവൾ, വിശ്വത്തെ ഭരിക്കുന്നവൾ. വിശ്വം എന്നാൽ സർവം, എല്ലാം ഭരിക്കുന്നത് നീയാണ്. ത്വം പരിപാസി വിശ്വം, നീ എല്ലാം ഭരിക്കുന്നവളായതുകൊണ്ട് വിശ്വത്തെ പരിപാസി, നീ പരിപാലിക്കുന്നു, രക്ഷിക്കുന്നു. നീ വിശ്വേശ്വരിയാണ്, അതുകൊണ്ട് നീ വിശ്വത്തെ രക്ഷിക്കുന്നവളാണ്. വിശ്വാത്മിക, നീ വിശ്വത്തിന്റെ ആത്മാവാണ്, വിശ്വത്തിന്റെ സ്വരൂപം നീയാണ്. വിശ്വമായി പ്രകാശിക്കുന്നത്, വിരിഞ്ഞു നിൽക്കുന്നത് നീ തന്നെയാണ്. അതുകൊണ്ട് വിശ്വാത്മിക. ധാരയസീഹ വിശ്വം, വിശ്വത്തെ ധരിക്കുന്നതും നീയാണ്. വിശ്വമായി വിരിഞ്ഞിരിക്കുന്നതും നീ, ആ വിശ്വത്തെ ധരിക്കുന്ന പരബ്രഹ്മ വസ്തുവും നീ. നീ സത്തുമാണ്, ചിത്തുമാണ്, ആനന്ദവുമാണ്, ഈ വിശ്വവുമാണ്, മായയുമാണ് നീ. അപ്പൊ വിശ്വേശ്വരി ത്വം പരിപാസി വിശ്വം വിശ്വാത്മിക ധാരയസീഹ വിശ്വം വിശ്വേശവന്ധ്യാ ഭവതി ഭവന്തി. അമ്മ വിശ്വേശന് പോലും വന്ദിക്കപ്പെടേണ്ടവളാണ്. വിശ്വത്തിനീശനായിരിക്കുന്നവൻ, മഹാദേവൻ എന്ന അർത്ഥം എടുക്കാം, അല്ലെങ്കിൽ വിശ്വൻ ഈശ്വരനായിരിക്കുന്ന എല്ലാ ദേവതകളെയും ഇവിടെ സൂചിപ്പിക്കാം. കാരണം ഓരോരുത്തർക്കും ഈശഭാവം കൊടുത്തിട്ടുണ്ട്. ഈശൻ എന്നാൽ ഭരിക്കുന്നവനാണ്.
അപ്പോൾ ഓരോന്നിനെ ഭരിക്കുന്നവരെല്ലാം നമുക്ക് ദേവതകളായി പറയാം. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ ഈശ്വരന്മാർക്കും, വിശ്വം എന്നാൽ സർവം, അപ്പൊ സർവ ഈശ്വരന്മാർക്കും വന്ധ്യയായിരിക്കുന്നവർ. ഈ ലോകത്തിലുള്ള എല്ലാ ദേവതകളും ആരെ ഉപാസിക്കുന്നുവോ, ആരെ ആശ്രയം പ്രാപിക്കുന്നുവോ അങ്ങനെയായിരിക്കുന്നവളാണ് നീ. നീയാണ് ലോകത്തിന് മുഴുവൻ ആശ്രയം. അപ്പൊ ഭക്തർക്ക്, സാധാരണ ഭക്തർക്ക്, മനുഷ്യർക്ക് മാത്രമല്ല ദേവന്മാർക്കും നീ തന്നെയാണ് ഈശ്വരി. വിശ്വാശ്രയായേ ത്വയി ഭക്തി നമ്ര. നിന്നിൽ ഭക്തിയോടുകൂടി ആര് നമിക്കുന്നുവോ, നമിച്ചിരിക്കുന്നുവോ അവർക്ക് നീ എല്ലാ ആശ്രയത്തെയും പ്രദാനം ചെയ്യുന്നു. അതായത് നിന്നെ ശരണം പ്രാപിച്ചാൽ പിന്നെ മറ്റൊരു ആശ്രയം തേടി പോകേണ്ട ആവശ്യമില്ല. സുനിശ്ചിതമായ, സുദൃഢമായ ആശ്രയം നീ നൽകിയിരിക്കും. ഇത് ഞങ്ങൾക്ക് ഉറപ്പാണെന്നാണ് ഇവിടെ പറയുന്നത്. വിശ്വേശ്വരി ത്വം പരിപാസി വിശ്വം വിശ്വാത്മിക ധാരയസീഹ വിശ്വം വിശ്വേശവന്ധ്യാ ഭവതി ഭവന്തി വിശ്വാശ്രയായേ ത്വയി ഭക്തി നമ്ര. അടുത്തതായി പറയുന്നു, ദേവി പ്രസീദ പരിപാലയ നോരിഭീതേർ നിത്യം യഥാസുരവധാത് അധുനൈവ സദ്യ പാപാനി സർവജഗതാം പ്രശമം നയാശു ഉത്പാതപാക ജനിതാംശ മഹോപസർഗാൻ. ദേവി പ്രസീത, അല്ലയോ പ്രകാശസ്വരൂപിണിയായിരിക്കുന്നവളെ ഞങ്ങളിൽ പ്രസാദിച്ചാലും. അരിഭീതേർ നഹ പരിപാലയ. അരിഭീതേർ എന്ന് പറഞ്ഞാൽ ശത്രുക്കളിൽ നിന്നുമുള്ള ഭയത്തിൽ നിന്നും ഞങ്ങളെ പരിപാലിച്ചാലും, ഞങ്ങളെ രക്ഷിച്ചാലും. യഥാ അസുരവധാത് അധുനൈവ സദ്യ. ഇപ്പോൾ എങ്ങനെയാണോ അസുരന്മാരെ വധിച്ച് ഞങ്ങളെ രക്ഷിച്ചത്, അപ്പൊ ഈ ശുംഭനും നിശുംഭനും തുടങ്ങിയ അസുരന്മാരെ മുഴുവൻ വധിച്ച് ഞങ്ങൾക്ക് രക്ഷയെ അമ്മ നൽകി, അതുപോലെ പെട്ടെന്ന് തന്നെ നിത്യം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് രക്ഷയെ നൽകിയാലും. അതായത് ഏതേത് ശത്രുക്കൾ ഏതേത് കാലത്ത് ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ ആ സമയത്ത് എല്ലാം വന്ന് അതത് ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും, ആ ഭയത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലയോ ദേവി അതിനായി കൊണ്ട് പ്രസാദിക്കുക എന്ന് പറയുന്നു. പാപാനി സർവജഗതാം പ്രശമം നയാശു. സർവജഗതാം പാപാനി, സമസ്ത ജഗത്തിൻ്റെയും പാപങ്ങളെ ശമിപ്പിച്ചാലും, അതിനെ ഇല്ലാതെയാക്കിയാലും, ഭസ്മമാക്കി കളഞ്ഞാലും, അതാണ് പ്രശമം നയാശു എന്ന് പറയുന്നത്. ഉത്പാത പാകജനിതാംശ മഹോപസർഗാൻ. ഉത്പാത പാകജനിതാംശം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഭയാനകമായ, പെട്ടെന്നാണ് ഉണ്ടാകുന്നത്, ഭയത്തെ ജനിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള മഹോപസർഗാൻ, മഹത്തായ രോഗോപദ്രവത്തിൽ നിന്നും, രോഗം കൊണ്ടുണ്ടാകുന്ന ഉപദ്രവം, രോഗത്തിന്റെ ഉപദ്രവം, അതിൽ നിന്നും, ആ ആപത്തിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷയെ നൽകിയാലും അതിനെയും അമ്മ നശിപ്പിച്ചാലും. അപ്പോൾ ലോകത്തിന്റെ പാപത്തിൽ നിന്നാണ് ഇത്തരം രോഗങ്ങളും ദുരിതങ്ങളും മനുഷ്യനുണ്ടാകുന്നത്. അപ്പൊ നേരത്തെ പാപത്തെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ രോഗത്തെ ഇല്ലാതെയാക്കി നമുക്ക് ആരോഗ്യത്തെ നൽകി, ശരീരത്തിന് ദൃഢതയും മനസ്സിന് ദൃഢതയും ബുദ്ധിക്ക് സ്ഥിരതയും നൽകി ആത്മാനുഭൂതി പൂർണ്ണമായ സർവമംഗലപ്രദമായ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി നമ്മുടെ പാപങ്ങളെയും പാപവാസനകളെയും എല്ലാം ഇല്ലാതെയാക്കിയാലും ഭസ്മമാക്കിയാലും ഞങ്ങളെ പരിശുദ്ധരാക്കിയാലും പിന്നെ ഒരു ബാധയും ഞങ്ങൾക്ക് ഉണ്ടാകില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ എല്ലാ രോഗത്തിൽ നിന്നുമുള്ള മോചനം നൽകുന്ന മന്ത്രമായി ഇത് ശോഭിക്കുന്നു. ദേവി പ്രസീദ പരിപാലയ നോരിഭീതേർ നിത്യം യഥാസുരവധാത് അധുനൈവ സദ്യ പാപാനി സർവജഗതാം പ്രശമം നയാശു ഉത്പാത പാകജനിതാംശ മഹോപസർഗാൻ. അങ്ങനെയുള്ള എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും. പ്രണതാനാം പ്രസീദത്വം ദേവി വിശ്വാർത്തിഹാരിണി ത്രൈലോക്യവാസിനാം ഈഡ്യേ ലോകാനാം വരദാ ഭവ. പ്രണതാനാം പ്രസീദ ത്വം ദേവി വിശ്വാർത്തിഹാരിണി. പ്രണതാനാം വിശ്വാർത്തിഹാരിണി, അമ്മയെ പ്രണമിക്കുന്നവരുടെ വിശ്വാർത്തി, എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്നവളാണ്, ഹരിക്കുന്നവളാണ് നീ. അങ്ങനെയുള്ള ദേവി എന്നിൽ പ്രസാദിച്ചാലും, ഞങ്ങളിൽ പ്രസാദിച്ചാലും എന്നാദ്യം പ്രാർത്ഥിക്കുന്നു. ത്രൈലോക്യവാസിനാം ഈഡ്യേ, മൂന്ന് ലോകത്തിലും വസിക്കുന്നവരാൽ സ്തുതിക്കപ്പെടുന്നവൾ, പൂജിക്കപ്പെടുന്നവളാണ് നീ. അങ്ങനെയുള്ള ദേവി ലോകാനാം വരദാഭവ, ലോകങ്ങൾക്ക് വരദയായി ഭവിച്ചാലും. കാണുന്നതെന്തോ അതാണ് ലോകം. അപ്പൊ കാണപ്പെടുന്നതെല്ലാം ലോകമായി ഭവിക്കും. അതുകൊണ്ട് നമുക്ക് പുറത്തുള്ള ലോകം, അകത്തുള്ള ലോകം, ഇതെല്ലാം ലോകശബ്ദത്തിൽ ഉൾപ്പെടും. അതിനെല്ലാം വരദയായി ഭവിച്ചാലും. കാരണം മൂന്ന് ലോകത്തിലും, ഇവിടെ മൂന്ന് ലോകം എന്ന് പറയുമ്പോൾ
ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്ന അർത്ഥത്തിലും എടുക്കാം, അല്ലെങ്കിൽ താഴ്ന്ന ലോകം, ഉയർന്ന ലോകം, മധ്യത്തിലുള്ള ഭൂലോകം എന്ന അർത്ഥവും എടുക്കാം. ഇങ്ങനെ 3 ലോകത്തിനെയും രക്ഷിക്കുന്നത് നീയാണ്. അതുകൊണ്ട് 3 ലോകത്തിലുള്ളവരും സദാ പൂജിക്കുന്നത് നീയാണ്. അവരുടെ പൂജയ്ക്ക് നീയാണ് അർഹ. അപ്പൊ അങ്ങനെയുള്ള നീ ലോകത്തിന് സദാ വരദയായി ഭവിച്ചാലും എല്ലാവരെയും അനുഗ്രഹിച്ചാലും എന്നാണ്. ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന് പറയുന്നതിനോട് സമാനമായ പ്രാർത്ഥനയാണ്. അപ്പൊ എല്ലാവർക്കും നിന്നെ ഭജിക്കാൻ തോന്നട്ടെ. അങ്ങനെ തോന്നി എല്ലാവരും നിന്നെ ഭജിക്കുമ്പോൾ അവരുടെ എല്ലാ ദുഃഖങ്ങളെയും നീ ഇല്ലാതെയാക്കി അവരിൽ പ്രസാദിച്ചാലും എന്ന പ്രാർത്ഥനയാണ് ഇവിടെയുള്ളത്. പ്രണതാനാം പ്രസീദത്വം ദേവി വിശ്വാർത്തിഹാരിണി ത്രൈലോക്യവാസിനാമീഡ്യേ ലോകാനാം വരദാഭവ. അങ്ങനെ 33 ശ്ലോകങ്ങളിൽ ഈ നാരായണീ സ്തുതി സമ്പൂർണമാകുന്നു. ഇങ്ങനെ ദേവന്മാർ സ്തുതിച്ചു കഴിഞ്ഞ് അമ്മ തൻ്റെ തത്വത്തെയൊക്കെ ദേവന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. താൻ ഇനി എടുക്കാൻ പോകുന്ന അവതാരങ്ങളെക്കുറിച്ചും തനിക്ക് കിട്ടാൻ പോകുന്ന പേരുകളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അത് ദേവി മഹാത്മ്യം വർണ്ണിച്ച സമയത്ത് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഒരു ശ്ലോകത്തിൽ ഈ സ്തോത്രത്തിന്റെ മഹിമ അമ്മ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, ഏബിസ്തവൈശ്ച മാം നിത്യം സ്തോഷ്യതേ യഃ സമാഹിത തസ്യാഹം സകലാം ബാധാം ശമയിഷ്യാമ്യ സംശയം. ഈ പറഞ്ഞ സ്തോത്രം കൊണ്ട് ആരാണോ എന്നെ നിത്യം സ്തുതിക്കുന്നത്, സമാഹിതമായി വളരെ ശ്രദ്ധയോടുകൂടി, പ്രസന്ന മനസ്സോടുകൂടി, ശാന്തമായ മനസ്സോടുകൂടി, വളരെ ശ്രദ്ധാപൂർണമായി ആരെന്നെ സ്നേഹത്തോടുകൂടി സ്തുതിക്കുന്നുവോ ഈ സ്തോത്രം കൊണ്ട്, തസ്യ അഹം സകലാം ബാധാം, അവൻ്റെ എല്ലാ ബാധകളെയും ശമയിഷ്യാമി, ഞാൻ ശമിപ്പിക്കും, അസംശയം, അതുറപ്പാണ്. ബാധ എന്ന ശബ്ദം കൊണ്ട് നമ്മളെ ബാധിക്കുന്നതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. ദുഃഖങ്ങൾ, പല തരത്തിലുള്ള ദുഃഖങ്ങൾ. ഇപ്പോൾ ധനമില്ലെങ്കിൽ ദാരിദ്ര്യം എന്ന ദുഃഖം നമ്മെ ബാധിക്കും. ആ ദാരിദ്ര്യം ഒരുപാട് വിഷമങ്ങൾ നമുക്കുണ്ടാകും. അപ്പം അതൊരു ബാധയാണ്. അന്നമില്ലെങ്കിൽ വിശപ്പ്, പട്ടിണി നമ്മളെ ബാധിക്കും. അതൊരു ബാധയാണ്, അതൊരു ദുഃഖമാണ്. വിദ്യയില്ലെങ്കിൽ അജ്ഞാനം നമ്മളെ ബാധിക്കും. അതുകൊണ്ട് ഒരുപാട് ദുഃഖം നമുക്കുണ്ടാകും. രോഗം ബാധിച്ചാൽ, അതായത് ആരോഗ്യമില്ലെങ്കിൽ രോഗം നമ്മളെ ബാധിക്കുന്നു, അത് നമുക്ക് ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഈ ലോകത്തിൽ സൂക്ഷ്മവും സ്ഥൂലവുമായ എന്തെല്ലാം വസ്തുക്കൾ നമ്മെ ബാധിക്കുന്നുണ്ടോ, എന്തെല്ലാം നമ്മെ ഉപദ്രവിക്കുന്നുണ്ടോ, എന്തെല്ലാം നമുക്ക് ദുഃഖത്തെ ജനിപ്പിക്കുന്നുണ്ടോ, അതെല്ലാം തന്നെ അമ്മ ശമിപ്പിക്കും. എല്ലാ ബാധകളെയും അമ്മ ശമിപ്പിക്കും ഈ ഒരു സ്തോത്രം ജപിച്ചാൽ തന്നെ. അപ്പൊ ഈ സ്തോത്രത്തിന്റെ മഹിമ വളരെ വ്യക്തമാക്കി അമ്മ നമുക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഈ സ്തോത്രം ശ്രദ്ധയോടുകൂടി ജപിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി അമ്മയെ നമ്മുടെ ഉള്ളിൽ ആവിർഭവിപ്പിച്ചു കൊണ്ടുവേണം ഇത് ജപിക്കാൻ. കാരണം അർത്ഥം മനസ്സിലാകുന്ന സമയത്ത് അമ്മയുടെ ഓരോ ഭാവങ്ങളും നമ്മുടെ മനസ്സിൽ വരും. ചിന്ത എപ്പോഴും മനസ്സിനെ പരിശുദ്ധമാക്കും. അതായത് എന്ത് ചിന്തിക്കുന്നുവോ അത് മനസ്സിൽ വന്നു. അപ്പൊ ദുഷ്ടമായ ഒരു വസ്തുവിനെ ചിന്തിച്ചാൽ അതിന്റെ ദുഷ്ടത മനസ്സിനെ സ്വാധീനിക്കും. സാത്വികമായ ഒരു വസ്തുവിനെ ചിന്തിച്ചാൽ അതിന്റെ സാത്വികത മനസ്സിനെ സ്വാധീനിക്കും. അപ്പൊ പരാശക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ, ആ പരാശക്തിയുടെ ശ്രേഷ്ഠമായ ഭാവങ്ങളെ ഓരോന്നോരോന്നായി മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ആ സ്വാധീനം മനസ്സിനെ പരിശുദ്ധമാക്കും, പരിപൂർണമായി ശുദ്ധമാക്കും. പിന്നെ ഒരിക്കലും ദുഷ്ടവാസനകൾ ആ മനസ്സിൽ ജനിക്കുക തന്നെയില്ല. അപ്പൊ ഉള്ളത് ശുദ്ധമാക്കുമെന്ന് മാത്രമല്ല, എല്ലാ കാലത്തേക്കും ശുദ്ധമാക്കും. അങ്ങനെയുള്ള മനസ്സ് പിന്നെ സത്കർമ്മം തന്നെ ചെയ്യും. അവന് പിന്നെ ഒരിക്കലും ഒരു ദോഷവും അവന്റെ പ്രവൃത്തിയിൽ ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ പുറമേ നിന്ന് അവൻ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ ശക്തി ആ ഉപദ്രവങ്ങളെ എല്ലാം ഇല്ലാതെയാക്കും. അത് അമ്മ നൽകുന്ന ഉറപ്പാണ്. അപ്പൊ ഈ സ്തോത്രത്തിന്റെ മഹിമ അത്രയും അധികമാണ്. വളരെ വിശേഷപ്പെട്ട, വളരെ പ്രസിദ്ധമായ സ്തുതിയാണ് നാരായണീ സ്തുതി. അപ്പൊ ഈ നാരായണീ സ്തുതിയെ എല്ലാവരും ശ്രദ്ധയോടുകൂടി ജപിക്കണം. പറ്റുകയാണെങ്കിൽ ദിവസവും ജപിക്കണം, അല്ലെങ്കിൽ നവരാത്രി കാലങ്ങളിലെങ്കിലും വിശേഷപ്പെട്ട് ജപിക്കണം. ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്നത് തന്നെ വിശേഷമാണ്. അത് മുഴുവൻ ജപിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ സ്തോത്രത്തെയെങ്കിലും ജപിക്കണം. പിന്നെ ഇതിലെ ഓരോ മന്ത്രത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്, ഓരോ രക്ഷയെ അത് നൽകുന്നുണ്ട്. അപ്പം അത് ആവശ്യമുള്ള സമയത്ത് ആ മന്ത്രങ്ങളെ മാത്രം ഉപാസിച്ചുകൊണ്ടും നമുക്ക് സിദ്ധി വരുത്താം. എങ്ങനെയാണെങ്കിലും എല്ലാവർക്കും ജപിക്കാൻ യോഗ്യമായിട്ടുള്ള സ്തുതിയാണ് നാരായണീ സ്തുതി. അപ്പം ആ ഭാവശുദ്ധിയോടുകൂടി, ആ ശ്രദ്ധയോടുകൂടി ഈ സ്തോത്രം ജപിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അതിനുള്ള വിചാരവും ഭാഗ്യവും ആ പരാശക്തി എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണീ സ്തുതിയുടെ ഈ ലളിതമായ വ്യാഖ്യാനം ആ പരാശക്തിയുടെ, ആ ലളിതാ ത്രിപുര സുന്ദരിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരി ഓം.